ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതി ദീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേദേതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ഹോളി ആശംസകൾ. നാരായണ. ഓം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ 44-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ഭാഗം ചാണൂര മുഷ്ടികന്മാരുമായി രാമകൃഷ്ണന്മാരുടെ മല്ലയുദ്ധം. അത് കഴിഞ്ഞ് അവരെയെല്ലാം വധിക്കുന്നതും പിന്നീട് കംസവധവും നമുക്ക് വായിക്കാം. അധ്യായം വായിച്ചിട്ട് അതിലേക്ക് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ചതുശ്ചത്വാരിംശത്തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏവം ചർച്ചിതസങ്കൽപ്പോ ഭഗവാൻ മധുസൂദനഃ ആസസാദാധ ചാണൂരം മുഷ്ടികം രോഹിണീസുതഃ. ഹസ്താഭ്യാം ഹസ്തയോർബദ്ധ്വാ പദ്ഭ്യാമേവ ച പാദയോഃ വിചകർഷതുരന്യോന്യം പ്രസഹ്യ വിജിഗീഷയാ. അരത്നീദ്വേ അരത്നീഭ്യാം ജാനുഭ്യാം ചൈവ ജാനുനീ ശിരശീർഷ്ണോരസോരസ്പുരഃ തൗ അന്യോന്യമഭിജഗ്നതുഃ. പരിഭ്രാമണവിക്ഷേപ പരിരംഭാവപാദനൈഃ ഉത്സർപ്പണാപസർപ്പണൈശ്ച അന്യോന്യം പ്രത്യരുന്ധതാം. ഉത്താപനൈരുന്നയനൈശ്ചാലനൈസ്താപനൈരപി പരസ്പരം ജിഗീഷന്തൗ അപചക്രതുർ ആത്മനഃ. തദ്ബലാബലവദ്യുദ്ധം സമേതാ സർവയോഷിതഃ ഊജുഃ പരസ്പരം രാജൻ സാനുകമ്പാവരൂദശഃ. മഹാനയംബദ അധർമ്മഃ യേഷാം രാജസഭാസദാം യേ ബലാബലവദ്യുദ്ധം രാജ്ഞോ അന്വിച്ഛന്തി പശ്യതഃ. ക്വ വജ്രസാര സർവാംഗൗ മല്ലൗ ശൈലേന്ദ്രസന്നിഭൗ ക്വ ച അതിസുകുമാരാംഗൗ കിശോരൗ നാപ്തയൗവനൗ. ധർമ്മവ്യതിക്രമോ ഹ്യസ്യ സമാജസ്യ ധ്രുവം ഭവേത്. യത്ര അധർമ്മഃ സമുത്തിഷ്ഠേത് നസ്തേയം തത്ര കർഹിചിത്. ന സഭാം പ്രവിശേത് പ്രാജ്ഞഃ സഭ്യദോഷാൻ അനുസ്മരൻ അബ്രുവൻ വിബ്രുവൻ അജ്ഞോ നരകിൽബിഷമസ്നുതേ. വൽഗതശത്രുമഭിതഃ കൃഷ്ണസ്യ വദനാംബുജം വീക്ഷ്യതാം ശ്രമവാര്യുക്തം പദ്മകോശമിവാംബുഭിഃ. കിം ന പശ്യത രാമസ്യ മുഖമാതാമ്രലോചനം മുഷ്ടികം പ്രതി സാമർഷം ഹാസസംരംഭശോഭിതം. പുണ്യാബദവ്രജഭുവോ യദയം നൃളിംഗകൂട പുരാണപുരുഷോ വനചിത്രമല്യഃ. ഗാഃ പാലയൻ സഹബലക്വണയംശ്ച വേണും വിക്രീഡയാഞ്ചതി ഗിരിത്രരമാർച്ചിതാംഗ്രിഃ. ഗോപ്യസ്തപക്കിമചരൻ യദമുഷ്യരൂപം ലാവണ്യസാരം അസമോർധ്വം അനന്യസിദ്ധം ദൃഗ്ഭിഃ പിബന്ത്യനുസവാഭിനവം ദുരാപം
ഏകാന്തധാമ യശസഃ ശ്രിയ ഐശ്വരസ്യ യാ ദോഹനേ അവഹനനേ മഥനോപലേപ പ്രേംഗേങ്കനാർബരുദിദോക്ഷണമർജനാദൗ ഗായന്തി ചൈനമനുരക്തധിയോ സൃകണ്ഡ്യോ ധന്യാ വ്രജസ്ത്രിയ ഉരുക്രമചിത്തയാനാഃ പ്രാതർവ്രജാദ്വ്രജത ആവിശതശ്ച സായം ഗോഭിഃ സമം ക്വണയതോസ്യ നിശമ്യ വേണും നിർഗമ്യ തൂർണമപലാപതി ഭൂരിപുണ്യാഃ പശ്യന്തി സസ്മിതമുഖം സദയാവലോകം. ഏവം പ്രഭാഷമാണാസു സ്ത്രീഷു യോഗേശ്വരോ ഹരിഃ ശത്രും ഹന്തും മനശ്ചക്രേ ഭഗവാൻ ഭരതർഷഭ സഭയാഃ സ്ത്രീഗിരഃ ശ്രുത്വാ പുത്രസ്നേഹശുചാതുരൗ പിതരൗ അന്വതപ്യേതാം പുത്രയോരബുധൗ ബലം തൈസ്തൈർനിയുദ്ധവിധിഭിഃ വിവിധൈരച്യുതേതരൗ യുയുധാതെ യദാന്യോന്യം തഥൈവ ബലമുഷ്ടികൗ ഭഗവൽഗാത്രനിഷ്പാദൈർവജ്രനിഷ്പേഷനിഷ്ഠുരൈഃ ചാണൂരോ ഭജ്യമാനാംഗോ മുഹുർഗ്ലാനിം അവാപഃ സശ്യേന വേഗ ഉൽപത്യ മുഷ്ടീകൃത്യ കരൗബൗ ഭഗവന്തം വാസുദേവം ക്രുദ്ധോ വക്ഷസ്യ ബാധത. നാചലത്തത്പ്രഹാരേണ മാലാഹതൈമദ്വിപഃ ബാഹോർനിഗൃഹ്യ ചാണൂരം ബഹുശോ ഭ്രാമയൻ ഹരിഃ ഭൂപൃഷ്ഠേ പ്രോധയാമാസ തരസാ ക്ഷീണജീവിതം വിസ്രസ്താകൽപകേശസ്രക് ഇന്ദ്രധ്വജൈവാപതത് തഥൈവ മുഷ്ടികപൂർവം സ്വമുഷ്ട്യാഭിഹതേന വൈ ബലഭദ്രേണ ബലിനാ തലേനാഭിഹതോ വൃശം പ്രവേപിതഃ സരുധിരം ഉദ്വമന്മുഖതോർദിതഃ വ്യസുഃ പപാദോർവ്യുപസ്ഥേ വാതാഹതൈവാംഗ്രിവഃ തതഃ കൂടമനുപ്രാപ്തം രാമഃ പ്രഹൃതാംബരഃ അവധീത് ലീലയാ രാജൻ സാവജ്ഞം വാമമുഷ്ടിനാം തർഹേവ ഹി ശലകൃഷ്ണപദാപഹത ശീർഷകഃ ദ്വിധാ വിദീർണസ്തോശലകഃ ഉഭൗ അഭിനിവേദതുഃ ചാണൂരേ മുഷ്ടികേ കൂടേ ശലേ തോശലകേ ഹതേ ശേഷാ പ്രദുദ്രുവുർമല്ലാ സർവേ പ്രാണപരിപ്സവഃ ഗോപാൻ വയസ്യാനാകൃഷ്യ തൈ സംസൃജ്യ വിജഹ്രതുഃ വാദ്യമാനേഷു തൂര്യേഷു വൽഗന്ധൗ രുതനൂപുരൗ ജനാ പ്രജഹൃഷുഃ സർവേ കർമ്മണാ രാമകൃഷ്ണയോഃ ഹൃദേ കംസം വിപ്രമുഖ്യാഃ സാധവഃ സാധു സാധ്വിതി ഹതേഷു മല്ലവർയേഷു വിദ്രുതേഷു ച ഭോജരാട് ന്യവാരയത് സ്വപൂര്യാണി വാക്യം ചേതമുവാചഃ നിസ്സാരയത ദുർവൃത്തൗ വസുദേവാത്മജൗ പുരാത് ധനം ഹരത ഗോപാനാം നന്ദം ബധ്നീത ദുർമതിം വസുദേവസ്തു ദുർമേധാ ഹന്യതാം ആശു അസത്തമഃ ഉഗ്രസേനഃ പിതാ ചാഭിസാനുഗഃ പരപക്ഷകഃ ഏവം വിഗദ്ധമാനേ വൈ കംസേ പ്രകുപിതോ വ്യയഃ ലഘിംനോത്പത്യ തരസാ മഞ്ചമുത്തുംഗമാരുഹത തമാവിശന്തമാലോക്യ മൃത്യും ആത്മന ആസനാത് മനസ്വീ സഹസോത്ഥായ ജഗൃഹേ സോऽസി ചർമ്മണി തം ഗഡ്ഗപാണിം വിചരന്തമാശു ശ്യേനം യഥാ ദക്ഷിണസവ്യമംബരേ സമഗ്രഹേ ദുർവിഷഹോഗ്രതേജ യദോരകം താർക്ഷ്യസുത പ്രസഹ്യ പ്രഗൃഹ്യ കേശേഷു ചലത്കിരീടം നിപാത്യരംഗോപരി തുംഗമഞ്ജാത് തസ്യോപരിഷ്ടാത് സ്വയമബ്ജനാഭഃ പപാദ വിശ്വാശ്രയ ആത്മതന്ത്രഃ തം സംപരേദം വിചകർഷ ഭൂമൗ ഹരിര്യധേവം ജഗതോ വിപശ്യതഃ ഹാ ഹേതി ശബ്ദഃ സുമഹാൻ തദാഭൂത് ഉദീരിത സർവജനൈർനരേന്ദ്ര സ നിത്യതോദ്വിഗ്നനിയാതമീശ്വരം പിബൻ പതൻ വാ വിചരൻ സ്വപൻ ശ്വസൻ ദദർശ ചക്രായുധമഗ്രതോ യതഃ തദേവ രൂപം ദുരവാപമാപ തസ്യാനുജാ ഭ്രാതരോഷ്ടൗ കങ്കന്യഗ്രോധകാദയഃ അഭ്യധാവന്നതിക്രുദ്ധാ ഭ്രാതുർനിർവേശകാരിണഃ തദാതിരവസാന്താംസ്തു സംയത്താൻ രോഹിണീസുതഃ അഹൻ പരിഘമുദ്യമ്യ പശൂനിവ മൃഗാധിപഃ
നേതുർദുന്ദുഭയോ വ്യോംനി ബ്രഹ്മേശാദ്യാ വിഭൂതയഃ പുഷ്പൈകിരന്തസ്തം പ്രീതാഃ സശംസുർനൃതുസ്ത്രിയഃ. തേഷാം സ്ത്രിയോ മഹാരാജ സുഹൃന്മരണ ദുഃഖിതാഃ തത്രാബീയുർവിനിഘ്നന്ത്യഃ ശീർഷാണ്യശ്രുവിലോചനാഃ ശയാനാൻ വീരശയ്യായാം പതീനാലിംഗ്യശോചതീഃ വിലേപുഃ സുസ്വരം നാര്യോ വിസൃജന്ത്യോ മുഹുഃശുചഃ. ഹാ നാദ പ്രിയധർമ്മജ്ഞ കരുണാനാദ വത്സല ത്വയാ ഹതേന നിഹതാ വയം തേ സഗൃഹ പ്രജാഃ ത്വയാ വിരഹിതാ പത്യാ പുരീയം പുരുഷർഷഭ ന ശോഭതേ വയമിവ നിവൃത്തോത്സവമംഗളാ. അനാഗസാം ത്വം ഭൂതാനാം കൃതവാൻ ദ്രോഹമുൽബണം തേനേ മാം ഭോദശം നീതോ ഭൂതദൃക്കോലഭേദശം. സർവേഷാമിഹ ഭൂതാനാം ഏഷ ഹി പ്രഭവാപ്യയഃ ഗോപ്താ ച തദവധ്യായി ന ക്വചിത് സുഖമേധതേ. ശ്രീശുക ഉവാച രാജയോഷിത ആശ്വാസ്യ ഭഗവാൻ ലോകഭാവനഃ യാമാഹുർലൗകികീം സംസ്ഥാം ഹതാനാം സമകാരയത്. മാതരം പിതരം ചൈവ മോചയിത്വാദ ബന്ധനാത് കൃഷ്ണരാമൗ വവന്ദാദേ ശിരസാ സ്പൃശ്യ പാദയോഃ. ദേവകീ വസുദേവശ്ച വിജ്ഞായ ജഗദീശ്വരൗ കൃതസംവന്ദനൗ പുത്രൗ സസ്വജാതേന ശങ്കിതൗ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കംസവധോ നാമ ചതുശ്ചത്വാരിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. നമ്മൾ കഴിഞ്ഞ അധ്യായം ഭഗവാന്റെ മല്ലരംഗപ്രവേശം എന്ന് ഉള്ള ഭാഗം വിശദമായി കണ്ടു. കുവലയാപീഠം എന്ന ആനയെ വധിച്ച് ആ ആനയുടെ 2 കൊമ്പുകൾ ജ്യേഷ്ഠാനുജന്മാരായ രാമകൃഷ്ണന്മാർ 2 പേരും തോളിൽ വെച്ചുകൊണ്ട് വീരന്മാരായിട്ട് ആ മല്ലരംഗത്തേക്കുള്ള വരവ്. മല്ലാനാം അശനിഹി നൃണാം നരവരഃ സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോ അസതാം ക്ഷിതിഭുജാം ശാസ്താ സ്വപിത്രോ ശിശുഃ മൃത്യുർഭോജപതേർവിരാടവിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗം ഗതസ്സാഗ്രജഃ. വളരെ ഭംഗിയായിട്ട് ശുകബ്രഹ്മർഷി ആ ഭഗവാന്റെ രംഗപ്രവേശം വർണ്ണിച്ചു. അവിടെ കൂടിയിരിക്കുന്ന സഭയിലുള്ള ആളുകൾക്കെല്ലാവർക്കും ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഭഗവാനെ കണ്ടു. അവരുടെ ഉള്ളിൽ അതാത് രസം വർദ്ധിച്ചു. അങ്ങനെ നവരസങ്ങൾ മാത്രമല്ല, 10ാമത്തെ ഭക്തിരസത്തോടുകൂടി ഭഗവാൻ എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലും ബഹുമാനം വളർത്തിക്കൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കംസൻ വല്ലാതെ ഭയപ്പെട്ടു എന്നും ആ ഭഗവാനെയും ബലരാമനെയും കണ്ട് സഭാവാസികൾ പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ കണ്ടു. ഇയാൾ സാക്ഷാൽ നാരായണൻ തന്നെയാണ്, അംശം കൊണ്ട് വസുദേവന്റെ ഗൃഹത്തിൽ വന്ന് അവതരിച്ചിരിക്കുകയാണ്.
ദേവകിയിൽ ജനിച്ച പുത്രൻ തന്നെയാണ്. അന്ന് തന്നെ രാത്രിക്ക് രാത്രി ആരും അറിയാതെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടതാണ്. ഇത്രയും കാലം ഗൂഢനായിട്ട് വസിച്ച് നന്ദന്റെ ഗൃഹത്തിൽ വളർന്നു വന്നിരിക്കുകയാണ്. ഇവൻ തന്നെയാണ് പൂതനയെ വധിച്ചത്. ചക്രവാത രൂപത്തിൽ ചെന്ന തൃണാവർത്തനെയും ഇവൻ തന്നെയാണ് വധിച്ചത്. അതുപോലെ ആ അർജുന വൃക്ഷങ്ങൾക്ക് മോക്ഷം കൊടുത്തതും ശംഖചൂടൻ എന്ന ഗുഹ്യകനും കേശി, ധേനുകൻ മുതലായ അസുരന്മാർക്കൊക്കെ ഗതി കൊടുത്തതും അല്ലെങ്കിൽ അവരെയൊക്കെ വധിച്ചതും ഇവൻ തന്നെയാണ്. പശുക്കളെയും ഗോപന്മാരെയും ഇവൻ ദാവാഗ്നിയിൽ നിന്ന്, കാട്ടുതീയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. കാളിയന്റെ അഹങ്കാരം ശമിപ്പിച്ചിട്ടുണ്ട്. ഇന്ദ്രന്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചിട്ടുണ്ട്. 7 ദിവസം വൻ തന്നെയാണ് ഒരു കൈകൊണ്ട് ആ ഗിരിരാജനെ, ഗോവർദ്ധനത്തെ പൊക്കിപ്പിടിച്ചു നിന്നത്. ഇന്ദ്രൻ പെയ്ത മഴയിൽ നിന്നും ഇടിയിൽ നിന്നും എല്ലാം ആ വ്രജത്തെ, ഗോകുലത്തെ രക്ഷിച്ച എല്ലാവരെയും രക്ഷിച്ചതും ഇവൻ തന്നെയാണ്. ഇവന്റെ മുഖം നിത്യവും കണ്ടുകൊണ്ട് ഗോപികമാർ അവരുടെ താപങ്ങളെ അനായാസേന തരണം ചെയ്യുന്നു. ഇവൻ കാരണമായിട്ട് ഈ യദുവിന്റെ വംശം വളരെയധികം വിസ്തൃതമായി കേൾവി കേട്ടതായി ഭവിക്കും. ഈ വംശത്തിന് ശ്രീയും യശസ്സും മഹത്വവുമെല്ലാം ലഭിക്കാൻ പോകുന്നുണ്ട് ഇവനാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ ഈ ശ്രീമാനായ രാമൻ, താമരക്കണ്ണൻ, അവനും മോശക്കാരനല്ല. അവനാൽ തന്നെയാണ് പ്രലംബൻ, വത്സകൻ, ഭഗൻ മുതലായിട്ടുള്ള സുരന്മാരും വധിക്കപ്പെട്ടത്. ഇങ്ങനെ ജനങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാമകൃഷ്ണന്മാരെ നോക്കിക്കൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ചാണൂരൻ ഇങ്ങനെ പറഞ്ഞു: അല്ലയോ നന്ദസൂനോ, അല്ലയോ രാമ, നിങ്ങൾ വീരന്മാർക്ക് സമ്മതന്മാരാണ്, അല്ലെങ്കിൽ വീരന്മാരെന്ന് സമ്മതന്മാരാണ്. നിങ്ങൾ ദ്വന്ദ്വയുദ്ധത്തില്, മല്ലയുദ്ധത്തിലൊക്കെ കുശലന്മാരാണെന്ന് നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടാണ് നിങ്ങളുടെ മല്ലയുദ്ധം ദർശിക്കാൻ ആകാംക്ഷയോടെ രാജാവ് നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. രാജാവിന് പ്രിയം ചെയ്യുന്ന പ്രജകൾക്ക് ശ്രേയസ്സുണ്ടാകുന്നു. വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും അനുകൂലമായി പ്രവർത്തിക്കണം രാജാവിന്. വിപരീതം ചെയ്താൽ അതിന്റെ വിപരീതമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും. നിങ്ങളാണെങ്കിൽ എന്നും പശുക്കളെ മേയ്ക്കാൻ വനത്തിൽ പോകുമ്പോൾ അവിടെ മല്ലയുദ്ധം കൊണ്ട് ക്രീഡിക്കുന്നവരാണ്. അതുകൊണ്ട് മല്ലയുദ്ധത്തിൽ അഭ്യാസമില്ല എന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത്. അതുകൊണ്ട് നിങ്ങളും ഞങ്ങളും ആ രാജാവിന് പ്രിയത്തെ ചെയ്യാം. എല്ലാ ഭൂതങ്ങളും പ്രസാദിക്കും. കാരണം സർവഭൂതമയനാണ് രാജാവ്. രാജാവ് പ്രസാദിച്ചാൽ സർവഭൂതങ്ങളും പ്രസാദിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ചാണൂരൻ കൃഷ്ണനെയും രാമനെയും മല്ലയുദ്ധത്തിന് പ്രേരിപ്പിച്ചപ്പോൾ ദേശകാല ഉചിതമായ വാക്കുകളെ ഭഗവാൻ പറഞ്ഞു. ഉള്ളിൽ കരുതി ഈ മല്ലയുദ്ധം നല്ലത് തന്നെ, ആവശ്യപ്പെടാതെ തന്നെ കിട്ടിയൊരു ചാൻസാണ് എന്ന് സ്വയം അഭിനന്ദിച്ചുകൊണ്ട്, എന്നാൽ പുറത്തേക്ക് മറ്റൊന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? നമ്മളൊക്കെ ഭോജപതിയുടെ പ്രജകൾ തന്നെയാണ്. ഞങ്ങൾ വൃന്ദാവനത്തിൽ ചരിക്കുന്നവരാണ്, വനചരികളാണ്. എങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പ്രിയമായിട്ടുള്ളത് ഞങ്ങൾ ചെയ്യും. അത് ഞങ്ങൾക്ക് പരമമായിട്ടുള്ള അനുഗ്രഹം തന്നെയാകുന്നു. പക്ഷേ ബാലന്മാരായിട്ടുള്ള ഞങ്ങൾ തുല്യബലവാന്മാരോടല്ലേ കളിക്കേണ്ടത്? ഉചിതം അതല്ലേ ഉചിതമായത്? അതാണ് ധാർമ്മികമായിട്ടുള്ള യുദ്ധം. അപ്പൊ ഈ സഭയിലിരിക്കുന്ന ആളുകളെ അധർമ്മം സ്പർശിക്കാൻ പാടില്ല. സമന്മാർ തമ്മിലല്ലാത്ത യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സഭയ്ക്ക് അധർമ്മം വന്നു ചേരും. അതുകൊണ്ട് കുട്ടികളും മല്ലന്മാരും തമ്മിലുള്ള യുദ്ധം ഉചിതമല്ല എന്ന് ജനങ്ങളെ വശീകരിക്കാനായിക്കൊണ്ട് ദേശകാലോചിതമായ വാക്കുകളെ ഭഗവാൻ പറഞ്ഞപ്പോൾ ചാണൂരൻ പറഞ്ഞു: നിങ്ങൾ ബാലനുമല്ല, കിശോരനുമല്ല, ബലരാമനും ബലവാന്മാരിൽ വരനാണ്. ഇതാ ഇപ്പൊ നിങ്ങൾ ലീലയായിട്ടല്ലേ ആ കുവലയാപീഠം എന്ന 1000 ആനയുടെ ശക്തിയുള്ളതായിട്ടുള്ള ആനയെ വധിച്ചിട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്യണം. നമ്മുടെ തമ്മിലുള്ള മല്ലയുദ്ധം ഇവിടെ നടന്നേ പറ്റൂ.
അതുകൊണ്ട് ഹേ വാഷ്ണേയ, ഹേ കൃഷ്ണ, അങ്ങ് എന്റെ നേരെ പരാക്രമം കാണിക്കൂ, മുഷ്ടികന്റെ നേരെയാവട്ടെ ബലരാമന്റെ പരാക്രമം എന്ന് ചാണൂരൻ ഉറപ്പിച്ചു പറഞ്ഞു. ഈ ഒരു വാഗ്വാദം എന്ന് പറയാം, അത് അവിടെയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായം അവസാനിപ്പിച്ചത്. ഈ അധ്യായത്തിൽ ഭഗവാൻ ഇനിയിപ്പം അധികം തർക്കിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ തന്നെ ആവട്ടെ, രാജാവിന് സന്തോഷമായിക്കോട്ടെ എന്നുള്ള മട്ടില് മല്ലയുദ്ധം ആരംഭിക്കുകയാണ്. ആ മല്ലയുദ്ധമാണ് ഒരു 6 ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സഭയിൽ കൂടിയിരിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ പരസ്പരം പറയുന്ന ഇത് ശരിയല്ല, ഈ സഭ ശരിയല്ല, ഇത് മര്യാദയല്ല എന്നൊക്കെ പരസ്പരം പറയുന്നതായിട്ടുള്ള ഒരു 10 ശ്ലോകങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും യുദ്ധം തുടരുന്നു. ചാണൂര മുഷ്ടികന്മാരെ ഭഗവാൻ വധിക്കുന്നതുമൊക്കെ പറയുകയാണ്. അപ്പൊ നമുക്ക് 44-ാം അധ്യായം ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ്ഭാഗവതേ ചതുശ്ചത്വാരിംശത്തമോऽധ്യായഃ. ദശമസ്കന്ധേ ചതുശ്ചത്വാരിംശത്തമോऽധ്യായഃ. ശ്രീശുക ഉവാച ഏവം തർച്ചിതസങ്കൽപോ ഭഗവാൻ മധുസൂദനഃ ആസസാദാധ ചാണൂരം മുഷ്ടികം രോഹിണീസുതഃ. ശ്രീശുക ഉവാച ഏവം ചർച്ചിതസങ്കൽപോ ഭഗവാൻ മധുസൂദനഃ ആസസാദാധ ചാണൂരം മുഷ്ടികം രോഹിണീസുതഃ. ശ്രീശുക ബ്രഹ്മർഷി തുടരുകയാണ്. ഏവം ചർച്ചിതസങ്കൽപഃ ഭഗവാൻ മധുസൂദനഃ. ഏവം ഇപ്രകാരം, കഴിഞ്ഞ അധ്യായത്തിൽ അവസാനം നടന്ന ചർച്ച അല്ലേ, സംവാദം, ചാണൂരനും ഭഗവാനും തമ്മിൽ നടന്ന തർക്കം, ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിമർശനം, ഉരച്ചു നോക്കൽ ഒക്കെയാണ് ചർച്ച. എന്തായാലും രക്ഷപ്പെടാൻ നിവൃത്തിയില്ല, ഒഴിഞ്ഞു മാറാൻ വഴിയില്ല എന്നുള്ള മട്ടില് ഭഗവാൻ എന്നാ പിന്നെ സമ്മതിക്കുക തന്നെ എന്നുള്ള മട്ടില് നിശ്ചയിച്ചു. അതാണ് ചർച്ചിത സങ്കല്പ. ഇവിടെ നിശ്ചയിക്കപ്പെട്ട് സങ്കല്പത്തോടു കൂടിയവനായിട്ട് എന്നർത്ഥം. അപ്പൊ ഭഗവാൻ സങ്കല്പം നിശ്ചയിച്ചു, എന്നാ പിന്നെ യുദ്ധം നടക്കട്ടെ, മല്ല യുദ്ധം നടക്കട്ടെ എന്ന് സങ്കല്പിച്ച ഭഗവാൻ സർവൈശ്വര്യ പരിപൂർണനാണ്, മധുസൂദനനാണ്. മധു എന്ന അസുരനെയൊക്കെ വധിച്ചിട്ടുള്ള ആളാണ്. അപ്പോ ഈ മല്ലന്മാരെയൊക്കെ വധിക്കാനൊക്കെ ഭഗവാന് സാധിക്കും, യാതൊരു പ്രശ്നവുമില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ശുഖബ്രഹ്മർഷി. എന്നിട്ട് എന്ത് ചെയ്തു? ആസസാദ അധ ചാണൂരം. ഇപ്പൊ ചാണൂരൻ പറഞ്ഞതുപോലെ തന്നെ അധ അനന്തരം ചാണൂരന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ചാണൂരം ആസസാദ, ചാണൂരനെ സമീപിച്ചു, ചാണൂരനെ പ്രാപിച്ചു, ചാണൂരന്റെ നേർക്ക് മല്ലയുദ്ധത്തിന് ചെന്നു. മുഷ്ടികം രോഹിണീസുത. രോഹിണീസുത മുഷ്ടികം ആസസാദ എന്നർത്ഥം. രോഹിണീപുത്രനായ ബലരാമനോ അദ്ദേഹം ചാണൂരൻ പറഞ്ഞതുപോലെ തന്നെ മുഷ്ടികന്റെ നേർക്ക് യുദ്ധത്തിനായിക്കൊണ്ട് സമീപിച്ചു. അങ്ങനെ മല്ലയുദ്ധം ആരംഭിക്കുകയായി. ഹസ്താഭ്യാം ഹസ്തയോർബദ്ധ്വാ പദ്ഭ്യാമേവ ച പാദയോഃ വിചകർഷതുരന്യോന്യം പ്രസഹ്യ വിജിഗീഷയാ. ഹസ്താഭ്യാം ഹസ്തയോർബദ്ധ്വാ പദ്ഭ്യാമേവ ച പാദയോഃ വിചകർഷതുരന്യോന്യം പ്രസഹ്യ വിജിഗീഷയാ. ചാണൂര മുഷ്ടികന്മാർ വലിയ പർവ്വതാകാരമായ ശരീരമുള്ളവരാണ്, നല്ല ശക്തന്മാരാണ്, നല്ല അഹങ്കാരമുള്ളവരാണ്. അവർ വിചാരിച്ചു രാമകൃഷ്ണന്മാരെ അങ്ങോട്ട് എളുപ്പത്തിൽ തീർത്തേക്കാം എന്ന്. എന്നാൽ ഇവിടെ നടക്കാൻ പോകുന്നത് മറിച്ചാണ് അല്ലേ. കൊച്ചു കുട്ടികളാണെങ്കിലും ആ രാമകൃഷ്ണന്മാരൊപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. അതാണ് ഇവിടെ ആദ്യം പറയുന്നത്. ഹസ്താഭ്യാം ഹസ്തയോഹോ. ഹസ്താഭ്യാം രണ്ട് കൈകളെ കൊണ്ട് അവരുടെ ഹസ്തയോഹോ കൈകളെ പിടിക്കുന്നു. കൈകൾ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലാണ് അല്ലെ, റെസ്ലിംഗ് ആണ്, ഗുസ്തി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകളിൽ പിടിച്ച് അവസരം നോക്കി മറിച്ചിടാനായിട്ട് നോക്കുകയാണ്. അവിടുന്ന് ഇങ്ങോട്ട് ശക്തമായിട്ട് മലർത്തിയടിക്കാൻ നോക്കും, ഇവിടുന്ന് അങ്ങോട്ടും ശക്തമായിട്ട് കൈകളെ കൊണ്ട് പ്രസ് ചെയ്ത് പുറകിലോട്ട് തള്ളിയിടാൻ നോക്കും.
ഹസ്താഭ്യാം ഹസ്തയോഹോ ബദ്ധ്വാ. ബദ്ധ്വാ എന്ന് പറഞ്ഞാൽ ബന്ധിച്ചിട്ട്, പരസ്പരം കൈകളിൽ പിടിച്ചിട്ട് എന്നും. പദ്ഭ്യാമേവ ച പാദയോഹോ. അപ്പൊ അതേസമയം തന്നെ പദ്ഭ്യാം രണ്ട് പാദങ്ങളെ കൊണ്ട്, പാദയോഹോ രാമന്റെ രണ്ട് പാദങ്ങളെ കൊണ്ട് മുഷ്ടികന്റെ രണ്ട് പാദങ്ങളിലേക്കും, കൃഷ്ണന്റെ രണ്ട് പാദങ്ങളെ കൊണ്ട് ചാണൂരന്റെ പാദങ്ങളിലേക്കും എല്ലാം ബന്ധിക്കുന്നുണ്ട്. പരസ്പരം കാലുകൾ പിണച്ച് അല്ലേ, ഇടക്കാലിട്ട് വീഴ്ത്തുക എന്നൊക്കെ പറയും. കാലുകൾ തമ്മിൽ പിണച്ചിട്ട് ബാലൻസ് തെറ്റിച്ച് മറിച്ചിടുക, മലർത്തി അടിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട്, കാലുകൾ തമ്മിൽ പിണച്ചുകൊണ്ട്. പാദ്ഭ്യാമേവച പാദയോഹോ അന്യോന്യം പ്രസഹ്യ വിജിഗീഷയാ വിചകർഷതുഹു. അന്യോന്യം പരസ്പരം പ്രസഹ്യ എന്ന് പറഞ്ഞാൽ ബലാത്കാരേണ ശക്തമായിട്ട്, വിജിഗീഷയ വിജിഗീഷ ജേതുമിച്ച, വിശേഷേണ ജേതുമിച്ച വിജേതുമിച്ച. അപ്പൊ ജയിക്കാനുള്ള ഇച്ഛയോടുകൂടി, അപ്പോ ഇവിടെയുള്ള എല്ലാവർക്കും പരസ്പരം ജയിക്കണം എന്നുള്ള ഇച്ഛയുണ്ട്. കൃഷ്ണൻ ജയിക്കാൻ വേണ്ടി ചാണൂരനെയും രാമൻ ജയിക്കാൻ വേണ്ടി മുഷ്ടികനെയും പരസ്പരം പിടിച്ചു വലിക്കുമ്പോൾ അവർ തിരിച്ചും വലിക്കുന്നുണ്ട്, അവർക്കുണ്ട് വിജിഗീഷ. അങ്ങനെ വിജിഗീഷ കൊണ്ട് ബലാത്കാരേണ അന്യോന്യം വിചകർഷതുഹു, രാമകൃഷ്ണവും വിചകർഷതുഹു എന്നർത്ഥം. രണ്ടുപേർ വികർഷിച്ചു, വിശേഷേണ വലിച്ചഴച്ചു എന്നർത്ഥം. അപ്പൊ വിചകർഷതുഹു എന്നുള്ള ദ്വിവചനമാണ് ഇവിടെ രാമകൃഷ്ണവു എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. രണ്ടുപേരും കൂടി അവരെ രണ്ടുപേരെ, ശത്രുക്കളെ എതിരാളികളെ രണ്ടുപേരെയും വലിച്ചഴച്ചു. വിചകർഷതുരന്യോന്യം പ്രസഹ്യ വിജിഗീഷയാം അരത്നീദ്വേ അരത്നീഭ്യാം ജാനുഭ്യാം ചൈവ ജാനുനി. ജാനുനി ശിരശീർഷ്ണോരസോരഃ തൗ അന്യോന്യമഭിജഗ്നതുഹു. ശിരശീർഷ്ണോരസോരഃ താവന്യോന്യമഭിജഗ്നതുഹു. അരത്നീ ദ്വേ അരത്നീഭ്യാം. അരത്നീ എന്ന് പറഞ്ഞാൽ റിസ്റ്റാണ്, മുഷ്ടി, കൈമുട്ടുകൾ, മുഷ്ടികൾ, അരത്നികൾ. അരത്നികളെ കൊണ്ട് അരത്നികളില് എന്ന് വെച്ചാൽ ദ്വേ അരത്നീ എന്നാണ് രണ്ട് മുഷ്ടികളെ അരത്നീഭ്യാം ആ മറ്റേ എതിരാളിയുടെ മുഷ്ടികളിലേക്ക്, തന്റെ അരത്നീഭ്യാം എതിരാളിയുടെ അരത്നീ എന്നർത്ഥം. രണ്ട് അരത്നികളിലേക്കും രണ്ട് മുഷ്ടികളിലേക്കും റിസ്റ്റുകളിലേക്കും ഇടിക്കുന്നുണ്ട്. ബോക്സിംഗുകാരിടിക്കില്ലേ, പരസ്പരം മുഷ്ടി കൊണ്ട് ചുരുട്ടി ഇടിക്കുക. അപ്പൊ ആ രീതിയിൽ ഇടിക്കുന്നുണ്ട്. അരത്നീഭ്യാം ജാനുഭ്യാം ചൈവ ജാനുനി. കാൽമുട്ടുകളെ കൊണ്ട് കാൽമുട്ടുകളിൽ ഇടിക്കുന്നുണ്ട്. ശത്രുവിന്റെ എതിരാളിയുടെ കാൽമുട്ടുകളിൽ സ്വന്തം കാൽമുട്ടുകളെ കൊണ്ട് ഇടിക്കുന്നുണ്ട്. ജാനുഭ്യാമേവ ജാനുനി. ശിരഃ ശീർഷ്ണോഹോ. ശിരഃ ശീർഷ്ണോഹോ തലയും തമ്മിലും കൂട്ടിമുട്ടുന്നുണ്ട്. അവസരം കിട്ടുമ്പോഴൊക്കെ തല കൊണ്ട് അടുത്ത ആളുടെ തലക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും മല്ലയുദ്ധത്തിന്റെ ഭാഗമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തല കൊണ്ട് മുട്ടുക. ശിരഃ ശീർഷ്ണോഹോ. അതിന്റെ ഒപ്പം ചേർത്ത് സന്ധിയില് ഉരസോരഹ, ശീർഷ്ണോരസോര. ആ ശീർഷ്ണോനോട് ചേർത്ത് ഉരസോര. അപ്പൊ ഉരസ ഉരഹ എന്നർത്ഥം. ഉരസ മാറുകൊണ്ട്, മാറൊന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉരസ എന്ന് തൃതീയ ഏകവചനം. ഉരസ ആ എതിരാളിയുടെ ഉരഹ, മാറിലിടിക്കുക. അപ്പൊ മാറുകൊണ്ട് മാറിലിടിക്കുക, തടുക്കുക മുതലായതൊക്കെ ചെയ്യുന്നുണ്ട്. ഉരസാ ഉരഹ. അങ്ങനെ തൗ അന്യോന്യം അഭിജഗ്നതുഹു. തൗ ദ്വൗ രാമകൃഷ്ണൗ എന്നർത്ഥം. അവർ രണ്ടുപേര് അന്യോന്യം മറ്റെതിരാളികളോട് അഭിജഗ്നതുഹു അഭിഹനിച്ചു. അഭിഹനിക്കുക, നേർക്ക് നിന്ന് താടിക്കുക, അടിക്കുക, പ്രഹരിക്കുക എന്നർത്ഥം. അപ്പൊ പരസ്പരം ശത്രുക്കളെ എതിർത്തുകൊണ്ട് മല്ലയുദ്ധത്തിലെ അടവുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് പയറ്റുന്നുണ്ട്. അപ്പൊ അരത്നീദ്വേ അരത്നീഭ്യാം ജാനുഭ്യാം ചൈവ ജാനുനീ. ശിരഃ ശീർഷ്ണോ
ഉരസാ ഉരഹ ശിരഹ ശീർഷ്ണ എന്നാണ് പിരിക്കുമ്പോൾ വരിക. ശിരശീർഷ്ണ ഉരസോ ഉരഹ ഉരസാ ഉരഹ തൗ അന്യോന്യമഭിജഗ്നദുഹു. അങ്ങനെ പരസ്പരം അഭിഹനിച്ചു. അതാത് അവയവങ്ങളോട് കൂട്ടിയിടിച്ചു. പരിഭ്രാമണ വിക്ഷേപ പരിരംഭാവപാദനൈഃ ഉത്സർപ്പണാപസർപ്പണൈശ്ചാന്യോന്യം പ്രത്യരുന്ധതാം. പരിഭ്രാമണ വിക്ഷേപ പരിരംഭ അവപാദനൈഃ ഉത്സർപ്പണ അപസർപ്പണൈശ്ച അന്യോന്യം പ്രത്യരുന്ധതാം. അന്യോന്യം പ്രത്യരുന്ധതാം, അന്യോന്യം പ്രതിരോധിച്ചു, തടഞ്ഞു എന്നർത്ഥം. മറ്റൊരാളുടെ ആക്രമത്തെ പ്രതിരോധിക്കുന്നതാണ് പ്രത്യരോധതാം. രണ്ടുപേരും രണ്ടുപേരാണ് ഇവിടെ പ്രത്യരോധതാം. ഏകവചനം പ്രത്യരോധത, പ്രതി പ്ലസ് അരോധത എന്നാണ് സന്ധി. പ്രത്യരോധത ഏകവചനം, അതിന്റെ ദ്വിവചനമാണ് പ്രത്യരോധതാം. രാമകൃഷ്ണവും പ്രത്യരോധതാം. അപ്പോ എന്തൊക്കെയാണ്? പരിഭ്രാമണ വിക്ഷേപ പരിരംഭാവപാദനൈഃ ഉത്സർപ്പണ അപസർപ്പണൈശ്ച അന്യോന്യം പ്രത്യരുന്ധതാം. പരിഭ്രാമണം എന്ന് പറഞ്ഞാല് വട്ടം ചുറ്റുക. അപ്പോ കൈകളിൽ പിടിച്ച് കറക്കി ബാലൻസ് തെറ്റിച്ച് വീഴ്ത്താനായിട്ട് നോക്കുക. അപ്പൊ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും അതുപോലെ തന്നെ ചെയ്യുക. അങ്ങനെ പരിഭ്രാമണം. വിക്ഷേപം എന്ന് പറഞ്ഞാല് ദൂരെ എറിയുക, വിക്ഷേപിക്കുക, അങ്ങോട്ട് തള്ളിയിടുക അല്ലെങ്കിൽ വലിച്ചെറിയുക. അങ്ങനെ കറക്കി കഴിഞ്ഞ് അവസാനം കൈവിട്ടിട്ട് ദൂരേക്ക് വീഴ്ത്തിയിടുക. അപ്പൊ വിക്ഷേപം. പരിരംഭം എന്ന് പറഞ്ഞാല് കെട്ടിപ്പിടിക്കുക, കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുക, ചോർത്തങ്ങൾ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുക. അപ്പൊ പരിരംഭണം. അവപാദനം എന്ന് പറഞ്ഞാൽ കീഴ്പോട്ട് വീഴ്ത്തിയിടുക, താഴേക്ക് പതിപ്പിക്കലാണ് അവപാദനം. അങ്ങനെ താഴേക്ക് തള്ളിയിടുക. പരിഭ്രാമണം, വിക്ഷേപം, പരിരംഭണം, അവപാദനം. ഇങ്ങനെയും ഉത്സർപ്പണ അപസർപ്പണയിശ്ച. ഉത്സർപ്പണം എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പിടിച്ചു വലിക്കുക, അപസർപ്പണം പിന്നോട്ട് പിടിച്ചു തള്ളുക. മുകളിലോട്ടും താഴോട്ടും എന്നൊക്കെ അർത്ഥമുണ്ട്. ഉത്സർപ്പണം പൊക്കുക, അപസർപ്പണം താഴേട്ട് അമുക്കുക എന്ന അർത്ഥവും ഉണ്ട്. മുമ്പോട്ട്, പിമ്പോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട്, താഴോട്ട് എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ യുദ്ധത്തിലെ എല്ലാ അടവുകളും പരസ്പരം പ്രയോഗിച്ചുകൊണ്ട് അന്യോന്യം പ്രത്യരുന്ധത, പ്രതിരോധിക്കുകയും ചെയ്തു. ഉത്താപനൈർ ഉന്നയനൈർ ചാലനൈ സ്ഥാപനൈരപി പരസ്പരം ജിഗീഷന്തൗ അപചക്രതുഹു ആത്മനഃ. ഉത്താപനൈർ ഉന്നയനൈശ്ചാലനൈ സ്ഥാപനൈരപി പരസ്പരം ജിഗീഷന്തൗ അപചക്രതുരാത്മനഃ. ഇവിടെ ഉത്താപനം പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മറ്റേ മുമ്പിലത്തത് ഉത്സർപ്പണം അപസർപ്പണം എന്നുള്ളത് മുന്നോട്ടും പിന്നോട്ടും തന്നെ എടുക്കാം. ഉത്താപനൈഹി, ഉത്താപനം പൊക്കുക. ഉന്നയനൈഹി, മുകളിലോട്ട് ഉയർത്തിപ്പിടിക്കുക, ഉന്നയിക്കുക, മുകളിലോട്ട് നയിക്കുക. അപ്പോൾ എടുത്ത് പൊക്കുകയും കയ്യും കാലമൊക്കെ കുട്ടിപ്പിടിച്ച് അങ്ങോട്ട് പൊക്കിയെടുക്കുക, എന്നിട്ട് മുകളിലോട്ട് ഉയർത്തുക. അതാണ് ഉന്നയനൈഹി. ചാലനൈഹി, പരസ്പരം ചലിപ്പിച്ചുകൊണ്ട് എന്നർത്ഥം. അവയവങ്ങളെ പിടിച്ചും മറ്റുമൊക്കെ വലിച്ചും മറ്റുമൊക്കെ ചലിപ്പിക്കുക. സ്ഥാപനൈരപി, ഇളക്കാൻ പറ്റാത്ത രീതിയിൽ ഉറപ്പിച്ചു നിർത്തുക. കയ്യും കാലിനെയൊക്കെ ഇങ്ങനെ പിടിച്ച് ബന്ധിച്ച് അടക്കി, അല്ലെ, അതിന്റെ മുകളിൽ കയറിയിരിക്കുക, അല്ലെങ്കിൽ നിന്ന നിൽപ്പിൽ തന്നെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ സ്തംഭിപ്പിക്കുക. അതാണ് സ്ഥാപനം. ഒരിടത്ത് അനങ്ങാതെ നിൽക്കുക, അതാണ് സ്ഥാപനൈരപി. ഇങ്ങനെയൊക്കെ പരസ്പരം ജിഗീഷന്തവും, പരസ്പരം ജയിക്കുവാൻ ഇച്ഛിക്കുന്നവരായിട്ട്. ജിഗീഷ ജേതും ഇച്ഛ, അപ്പൊ ജയിക്കാൻ ഇച്ഛിക്കുന്നവരായിട്ട്. ആത്മനഃ അപചക്രതുഹു, ദേഹത്തിന് ഉപദ്രവമുണ്ടാക്കി എന്നാണ്. ആത്മനഃ എന്ന് പറഞ്ഞാൽ ശരീരസ്യ എന്നർത്ഥത്തിലാണ് ഇവിടെ. ദേഹസ്യ അപചക്രതുഹു എന്ന് പറഞ്ഞാല് അപക്രമിച്ചു, അതിനെ ശരീരത്തെ അപക്രമിച്ചു, ശരീരത്തിന് ഉപദ്രവം ചെയ്തു എന്നർത്ഥം. രണ്ടുപേരും എതിരാളികൾക്ക് ശരീരത്തിന് ഉപദ്രവം ചെയ്തു. ആത്മനഃ അപചക്രതുഹു.
ഉത്താപനൈരുന്നയനൈശ്ചാലനൈസ്ഥാപനൈരപി പരസ്പരം ജിഗീഷന്തൗ അപചക്രദുരാത്മനഃ തദ്ബലാബലവദ്യുദ്ധം സമേതാ സർവയോഷിതഃ ഊജുഃ പരസ്പരം രാജൻ സാനുകമ്പാവരൂദശഃ തദ്ബലാബലവദ്യുദ്ധം സമേതാ സർവയോഷിതഃ ഊജുഃ പരസ്പരം രാജൻ സാനുകമ്പാവരൂദശഃ. അപ്പൊ ഇവർ തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം സ്ത്രീകൾ കാണുന്നുണ്ട്. അതാണ് രാജൻ, അല്ലയോ മഹാരാജാവേ, വരൂദശഃ സമേതാഹ സർവയോഷിതഃ. വരൂദശഃ, വരൂദം എന്ന് പറഞ്ഞാൽ കൂട്ടം, സമൂഹം. വരൂദശഃ കൂട്ടം കൂട്ടമായിട്ട്, സമേതാഹ സമ്യക് ഇതാഹ ഗതാഹ സമ്മേളനം ചെയ്തവർ, കൂടിയവർ, വന്നു ചേർന്നവർ എന്നൊക്കെ അർത്ഥം. കൂട്ടം കൂട്ടമായി വന്നു ചേർന്നവരായ സർവയോഷിതഃ, എല്ലാ യോഷിത്തുകളും എല്ലാ സ്ത്രീകളും. ബലാബലവത് തദ്യുദ്ധം സാനുകമ്പാഹ പരസ്പരം പൂജുഹു. ബലാബലവത് എന്ന് പറഞ്ഞാലോ ഒരു ഭാഗത്ത് ബലവാന്മാർ, മറ്റൊരു ഭാഗത്ത് അബലന്മാര്. അതാണ് ബലാബലവത്. ആരാ? ചാണൂരൻ വലിയ ബലവാൻ, മുഷ്ടികൻ വലിയ ബലവാൻ. എതിരാളികളായ രാമകൃഷ്ണന്മാരോ അബലന്മാർ, ശിശുക്കൾ. അതാണ് ബലാബലവത്. ബലമുള്ളവരും അബലന്മാരും തമ്മിലുള്ള ഈ യുദ്ധത്തെ കണ്ടിട്ട് തദ്യുദ്ധം, ആ യുദ്ധം പശ്യന്ത്യഃ എന്നർത്ഥം കാണുന്നവരായിട്ട്, സാനുകമ്പാഹ അനുകമ്പയോടുകൂടി, അവരുടെ ഹൃദയം ആർദ്രമായി, സഹതാപമുണ്ടായി, കരുണയുണ്ടായി. ആരുടെ നേർക്ക്? രാമകൃഷ്ണന്മാരുടെ നേർക്ക്. അയ്യോ പാവം, എത്ര മൃദുവായിട്ടുള്ള ശരീരത്തോടു കൂടിയ എത്ര കൊച്ചു കുട്ടികളാണവർ എന്നുള്ള അനുകമ്പ അവരുടെ നേരെ ഇവർക്ക് സ്ത്രീകൾക്ക് ഉണ്ടായി. എന്തായാലും അമ്മമാരല്ലേ. അപ്പൊ പുരുഷന്മാർക്ക് അത്രയൊന്നും ഉണ്ടായില്ലെങ്കിലും ഇവിടെ സ്ത്രീകളുടെ മനസ്സ് അലിയുകയാണ്. രാമകൃഷ്ണന്മാർക്ക് വേണ്ടി അവർ വാദിക്കുകയാണ്, അല്ലെങ്കിൽ പരസ്പരം പറയുകയാണ്. എന്താ? സാനുകമ്പ പരസ്പരം ഊജുഹു. അനുകമ്പയോടെ അവർ പരസ്പരം പറയുകയാണ്. സ്ത്രീകൾ തമ്മിലുള്ള സംവാദമാണ്. മഹാനയം ബധാധർമ്മ യേഷാം രാജസഭാസദാം യേ ബലാബലവദ് യുദ്ധം രാജ്ഞോ അന്വിച്ഛന്തി പശ്യതഃ. മഹാനയം ബധാധർമ്മ യേഷാം രാജസഭാസദാം യേ ബലാബലവദ് യുദ്ധം രാജ്ഞോ അന്വിച്ഛന്തി പശ്യതഃ. അപ്പൊ ഇനി സ്ത്രീകൾ തമ്മിൽ പറയുന്ന കാര്യങ്ങളാണ് ഒരു 10 ശ്ലോകങ്ങൾ, 7 മുതൽ 16 വരെ. ഇപ്പൊ എന്തൊക്കെയാ അവർ പറയണത് നോക്കാം. രാജസഭാസദാം യേഷാം അയം മഹാൻ അധർമ്മഃ. മഹാൻ അയം, അയം എന്ന് പറഞ്ഞാൽ ഇത്, ഈ കാര്യം ഉണ്ടല്ലോ, ഇത് മഹാൻ അധർമ്മഃ, മഹത്തായ അധർമ്മമാകുന്നു. ആർക്ക്? രാജസഭാസദാം ഏഷ, ഈ രാജസഭയിലിരിക്കുന്ന ഇവർക്കെല്ലാം, നമ്മളടക്കം എന്നർത്ഥം. ഈ ഉള്ളവർക്ക് എന്നാണ് യേഷാം എന്നുള്ള ശബ്ദം. തേഷാം എന്നല്ല പറഞ്ഞ്. അവർക്ക് എന്ന് മാത്രം ഏതെങ്കിലും ആളുകളെ കുറ്റപ്പെടുത്തുകയല്ല. യേഷാം, ഈ ഉള്ളവർക്കെല്ലാം, രാജസഭയിലിരിക്കുന്ന നമുക്കെല്ലാം ഇതൊരു അധർമ്മമാണ്. കാരണം നമ്മൾ അധർമ്മം കണ്ടു മിണ്ടാതിരിക്കുകയാണ്. അധർമ്മം കണ്ടു മിണ്ടാതിരിക്കുന്നതും വലിയ അധർമ്മമാണ്. അല്ലേ? അതുകൊണ്ട് രാജസഭാസദാമേഷാം അയം മഹാൻ അധർമ്മഃ. രാജസഭയിലിരിക്കുന്ന സദസ്യന്മാരായിട്ടുള്ള ഇവർക്ക് ഇത് വലിയ അധർമ്മമാകുന്നു. എന്താണ്? എന്താ അധർമ്മം? യേ ബലാബലവത് യുദ്ധം പശ്യതഃ രാജ്ഞഃ അന്വിച്ഛന്തീവത്. ഏതൊരു സഭാവാസികളാണോ ബലാബലവത് യുദ്ധം, ബലന്മാരും അബലന്മാരും തമ്മിലുള്ള, ബലവാന്മാരും അബലന്മാരും തമ്മിൽ നടക്കുന്ന യുദ്ധത്തെ പശ്യതഃ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള രാജ്ഞഃ, രാജാവിന് അന്വിച്ഛന്തി, അന്വിച്ഛന്തി അനുജ്ഞ കൊടുക്കുന്നു എന്നാണ്, അനുവാദം കൊടുക്കുന്നു. രാജാവിനെ അനുകൂലിച്ചുകൊണ്ട്, പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നു. അപ്പൊ ഒരു രാജാവ് വിഡ്ഢിത്തരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രജകള് ചൂണ്ടിക്കാണിക്കണം. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ആർക്കെങ്കിലും ധൈര്യം വേണം. അതിനുള്ള സ്വാതന്ത്ര്യം ആ നാട്ടിൽ ഉണ്ടായിരിക്കണം.
രാജാവിന് തെറ്റുപറ്റിയാൽ അത് വിളിച്ചു പറയാൻ പ്രജകൾക്ക് അവകാശമുണ്ട്. അത് കേൾക്കാൻ രാജാവ് സന്നദ്ധനാവുകയും വേണം. അല്ലാതെ തന്നെ കുറ്റപ്പെടുത്തിയ ആളുകളെ ഉടനെ ജയിലിലടക്കുകയോ കൊന്നുകളയുകയോ അല്ല ചെയ്യേണ്ടത്. പ്രജകൾ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം വിളിച്ചു പറഞ്ഞു, താൻ തന്നെ അതിനെക്കുറിച്ച് വിമർശനം ചെയ്യണം. അവർ പറഞ്ഞത് ശരിയാണോ, തന്റെ ഭാഗത്ത് തെറ്റുണ്ടോ, താൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അപ്പൊ ചിന്തിപ്പിക്കേണ്ടത് ആരാണ്? രാജാവും എന്താ പറയുക, ചിലപ്പോ ചിന്തിച്ചു എന്ന് വരില്ല. അഹങ്കാരം കൊണ്ട്, അധികാര ഭ്രമം കൊണ്ട് മതിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ എല്ലാ തോന്നിയവാസവും ചെയ്യും. മതിച്ചിരിക്കുന്നവർക്ക് ബുദ്ധി പ്രവർത്തിക്കില്ല. അപ്പൊ അവരെ തിരുത്തേണ്ടത് മന്ത്രിമാര്, അല്ലെങ്കിൽ പൗരപ്രമുഖന്മാര്, അല്ലെങ്കിൽ ഗുരുതുല്യന്മാരായിട്ടുള്ള പ്രായമുള്ളവര്, അവരൊക്കെയാണ് അറിവുള്ള പണ്ഡിതന്മാർ. ഇവരൊക്കെയാണ് ശാസ്ത്രങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നവരും ലോകമര്യാദകൾ അറിയുന്നവരുമായിട്ടുള്ള മുതിർന്നവർ വേണം ഇവിടെ ശാസിക്കാനായിക്കൊണ്ട്, അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാനായിക്കൊണ്ട്. അപ്പോ ആരും മിണ്ടുന്നില്ല, ആർക്കും ധൈര്യമില്ല. അപ്പൊ എല്ലാവരും ഈ അന്യായത്തിന്, അധർമ്മത്തിന് കൂട്ടുനിൽക്കുകയാണ്. അതാണ് ഈ ബലാബലവത് യുദ്ധം പശ്യതഃ രാജ്ഞഃ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന രാജാവിന് അന്വിച്ഛന്തി, അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്ക് അനുവായിട്ട് പ്രവർത്തിക്കുന്നു, അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്നർത്ഥമാണ്. അനുവദിക്കുന്നു, അദ്ദേഹത്തിന് അനുവാദം കൊടുത്തിരിക്കുന്നു. കഷ്ടം, ബദ. എന്ത് പൗരന്മാരാണ്, ഒന്നിനും നട്ടല്ലില്ല അല്ലേ? നമ്മുടെ ഹിന്ദുക്കളെ പോലെ തന്നെ. ഇപ്പോഴത്തെ കേരളത്തിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജന്തുക്കൾക്ക് നട്ടലുണ്ടോ എന്ന് തപ്പി നോക്കണം, എക്സ്റേ എടുത്ത് നോക്കണം. എന്തൊക്കെ കൊള്ളരുതായ്മകളാണ് ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്നത്. ഒന്നും മിണ്ടുന്നില്ല, സംഘടിക്കുന്നില്ല. ആരെങ്കിലും മിണ്ടിയാൽ പോലും അവരെയൊക്കെ കള്ളന്മാരോ അല്ലെങ്കിൽ സംഘികളോ അല്ലെങ്കിൽ വർഗീയവാദികളോ ആക്കി മുദ്ര കുത്തുക. എളുപ്പമായില്ലേ കാര്യം? പിന്നെ അവരുടെ വായു അടയ്ക്കാം. അപ്പൊ അങ്ങനെ സംഘിയാക്കിക്കോട്ടെ, വർഗീയവാദിയാക്കിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തിക്കോട്ടെ, പക്ഷെ ധൈര്യം കാണിക്കണം പറയാം. അല്ലെങ്കിൽ നട്ടെല്ലില്ല, ഭീരുക്കൾ, ആണും പെണ്ണും കെട്ടവർ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ല. അപ്പോ ഇവിടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളിലും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി പ്രതികരിക്കണം. അല്ലാതെ എടുത്തു ചാടാനൊന്നും പറഞ്ഞില്ല ആരോടും. ഒരു കാര്യത്തിലും എടുത്തു ചാടുന്നത് നല്ലതല്ല. ഓരോന്നിൻ്റെയും സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അതിന് തങ്ങളുടെ പ്രതികരണം മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. കുറേ പേര് പ്രതികരിക്കുമ്പോൾ മാത്രമേ ഒരു ഉണർവുണ്ടാവുള്ളൂ സമൂഹത്തിന്. അപ്പം അതിന് ധൈര്യം വേണം, നട്ടെല്ല് വേണം. അല്ലാതെ ഭരണാധികാരികളോ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പ്രമുഖമായ ഏതെങ്കിലും സമൂഹമോ സമുദായമോ മതക്കാരോ അവരൊക്കെ അവരുടെ പലതരത്തിലുള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് തോന്നിയവാസം ചെയ്താൽ അത് കണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ എല്ലാം കണ്ടുകൊണ്ടിരുന്നാൽ കുറച്ചു കാലേ വേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ വീട്ടിൽ കയറിയിട്ടും അവരെന്ത് അതിക്രമവും ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മളെ ബാധിക്കുന്നില്ലല്ലോ, എൻ്റെ വീട്ടിലേക്ക് വന്നില്ലല്ലോ എന്നാണ് ഇപ്പോൾ ഓരോരുത്തരും വിചാരിക്കുന്നത്. അധികം താമസിക്കേണ്ട, നിങ്ങളുടെ വീട്ടിലേക്കും വരും, അപ്പോൾ ആരും ഉണ്ടാവില്ല. നേരെ മറിച്ച് മുളയിലേ നുള്ളാനുള്ള ധൈര്യം കാണിക്കണം ഏത് പ്രശ്നവും. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു സഭയിൽ രാജാവ് തോന്നിയവാസം ചെയ്യുകയാണെങ്കിൽ, ഭരണാധികാരികൾ കൊള്ളരുതാത്തവരാണെങ്കിൽ, അവർ അധർമ്മം പ്രവർത്തിക്കുമ്പോൾ അതിനനുകൂലമായി പ്രവർത്തിക്കുന്നവരൊക്കെ അധർമ്മമാണ് ചെയ്യുന്നത്. നമ്മുടെ മഹാഭാരത കഥയിലെ ആ സഭാ പ്രവേശം എന്നുള്ള ഭാഗത്ത് ചൂതുകളിക്ക് ശേഷം പാഞ്ചാലിയെ അപമാനിക്കുന്നതായിട്ടുള്ള ആ സഭയിൽ എത്രയോ അറിവുള്ളവർ, പണ്ഡിതന്മാർ, ശക്തന്മാർ എല്ലാവരും ഭരിക്കുന്നവരുടെ അനുകൂലമായി നിന്നു. അവരുടെ എച്ചിൽ തിന്നതിന്
അതുപോലെയുള്ള സഭയിലുള്ള പ്രായമുള്ളവരൊക്കെ പ്രമുഖരായിട്ടുള്ളവരൊക്കെ തന്നെ ആ പാഞ്ചാലി ഓരോരുത്തരോടും വിളിച്ച് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ, ധർമ്മം എന്താണെന്ന് പറയാതെ അധർമ്മത്തിന് കൂട്ടുനിന്നു. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാമെന്നൊക്കെ പറഞ്ഞ് വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതിന്റെ ഫലമാണ് അദ്ദേഹം അനുഭവിച്ചത്. ദ്രോണനും ഭീഷ്മരും ഒക്കെ അനുഭവിച്ചത് അതിന്റെ ഫലമാണ്. അപ്പോ ഇത് മുഴുവൻ കേട്ടുകഴിഞ്ഞാൽ നമുക്കറിയാം ഭീഷ്മരെക്കാൾ വിവരമുണ്ട് ഈ സ്ത്രീകൾക്ക് എന്ന് തോന്നിപ്പോകും. അത്ര നന്നായിട്ടാണ് അവർ ന്യായം പറയുന്നത്. ഓരോ ശ്ലോകങ്ങളും നോക്കാം. ക്വ വജ്രസാര സർവാംഗൗ മല്ലൗ ശൈലേന്ദ്ര സന്നിഭൗ ക്വചാതി സുകുമാരാംഗൗ കിശോരൗ നാപ്ത യൗവനൗ. ക്വ വജ്രസാര സർവാംഗൗ മല്ലൗ ശൈലേന്ദ്ര സന്നിഭൗ ക്വചാതി സുകുമാരാംഗൗ കിശോരൗ നാപ്ത യൗവനൗ. ക്വ 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 എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കണു എന്നാണ് വ്യത്യാസം. താരതമ്യത്തിലൂടെ അന്തരം കാണിക്കുകയാണ്. ആരൊക്കെ തമ്മില്? ചാണൂരനും കൃഷ്ണനും തമ്മിലും മുഷ്ടികനും ബലരാമനും തമ്മിലുള്ള അന്തരത്തെ സൂചിപ്പിക്കാനാണ് ക്വ ക്വ എന്ന് പറയുന്നത്. എവിടെ കിടക്കണു? വജ്രസാര സർവാംഗൗ ശൈലേന്ദ്ര സന്നിഭൗ മല്ലൗ ക്വ. ആ മല്ലന്മാർ രണ്ടുപേരും, മല്ലൗ എന്ന് പറഞ്ഞാൽ ദ്വൗ മല്ലൗ ചാണൂര മുഷ്ടികൗ. അവരുടെ ശരീരം എങ്ങനെ? വജ്രസാര സർവാംഗം, സർവ അംഗങ്ങളും വജ്രം പോലെ സാരമേറിയത്, വജ്രം പോലെ കഠിനമായത് എന്നർത്ഥം. അതിലെ പ്രഹരിക്കാൻ ആർക്കും സാധിക്കില്ല. അത്രയും കാഠിന്യമുള്ള ശരീരമാണ്. അവർ ഇത്രയും കാലത്തെ അഭ്യാസം കൊണ്ട് ശരീരത്തെ അത്രയും ദൃഢമാക്കിയിട്ടുള്ള പേശികളോടുകൂടിയതാണ്. അപ്പൊ വജ്രസാരം, വജ്രം പോലെ സാരമുള്ള സർവ അവയവങ്ങളോടുകൂടിയ ശൈലേന്ദ്ര സന്നിഭം. അവരുടെ ശരീര വലുപ്പമോ ശൈലേന്ദ്ര സന്നിഭം, പർവ്വതേന്ദ്രനെ പോലെ കാണപ്പെടുന്നു. അപ്പൊ വലിയ പർവ്വതങ്ങൾ പോലെയുള്ള ശരീരമുള്ള മല്ലൗക്വ. ആ മല്ലന്മാരെവിടെ കിടക്കുന്നു? അതിന് മറുപടി, അതിന് ഓപ്പോസിറ്റാണ് അതിസുകുമാരാംഗൗ. മറ്റത് വജ്രസാരം പോലെ അംഗങ്ങളുള്ളവർ. ഇവിടെ അതിസുകുമാരാംഗൗ, അതിസുകുമാരന്മാരായിട്ടുള്ള ശരീരങ്ങളോട് കൂടിയവർ, നല്ല സൗകുമാര്യമുള്ള മൃദുവായിരിക്കുന്ന ശരീരത്തോട് കൂടിയവർ. ഈ കുട്ടികൾ എവിടെ കിടക്കണു? നാപ്ത യൗവനൗ. അവര് ആപ്ത യൗവനന്മാരല്ല. നാപ്ത യൗവനൗ, യൗവനം പ്രാപിച്ചിട്ട് പോലുമില്ല. കുമാരന്മാർ, ബാലന്മാർ. നാപ്ത യൗവനൗ കിശോരൗ, വെറും കളിച്ചു നടക്കുന്ന പ്രായത്തിലുള്ള കിശോരന്മാരാണ് അവര്. അങ്ങനെയുള്ള രണ്ട് കിശോരന്മാരായ ഇവരെവിടെ കിടക്കണു? അപ്പൊ ഇത് തമ്മില് ഒരിക്കലും മാച്ച് അല്ല. തുല്യന്മാർ തമ്മിലാണ് ദ്വന്ദ്വ യുദ്ധം, മല്ലയുദ്ധമൊക്കെ അനുവദിക്കാൻ പാടുക, ഒരു മത്സരം എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവിടെ രാജാവ് മത്സരം കാണുക എന്നുള്ള രീതിയിൽ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാം. അത് രാജാവ് അതിനുവേണ്ടി വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കാം. കുട്ടികൾക്ക് തിരുത്താനുള്ള ശിക്ഷ അല്ലേ. ഇപ്പോ 18 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ത് ചെയ്താലും അവർക്ക് വലിയ ശിക്ഷയൊന്നുമില്ല. അവരെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുക, അതാണ് ശിക്ഷ. അത് പിന്നെ അവരെ പൂർണ്ണ ക്രിമിനൽസ് ആക്കി മാറ്റിക്കോളും ഇന്നത്തെ വ്യവസ്ഥയിൽ. അപ്പൊ എന്തായാലും ഈ രണ്ടു കൂട്ടരും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധം, ഈ മല്ലയുദ്ധം ധർമ്മ്യം അല്ല. ധർമ്മ്യാധിയുദ്ധാത് ശ്രേയോന്യത് ക്ഷത്രിയസ്യ ന ലഭ്യതേ അല്ല ന ദൃശ്യതേ. ക്ഷത്രിയന്മാർക്ക് തുല്യന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ശത്രുക്കളോട് ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധം അത് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളതാണ്. ഇവിടെ അതൊന്നുമല്ല, അതൊരു മത്സരമാണ്. ധർമ്മത്തിന് വേണ്ടി, ധർമ്മം സ്ഥാപിക്കാനുള്ള യുദ്ധമല്ല, മത്സരത്തിന്, മറ്റുള്ളവർക്ക് കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്, ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള യുദ്ധമാണ്. അത് തുല്യന്മാരാവുമ്പോഴേ അതില് ഔചിത്യം ഉള്ളൂ, ധർമ്മം ഉള്ളൂ. ധർമ്മവ്യതിക്രമോ ഹ്യസ്യ സമാജസ്യ ധ്രുവം ഭവേത് യത്ര അധർമ്മ സമുത്തിഷ്ഠേത് നസ്തേയം തത്ര കർഹിചിത്. ധർമ്മവ്യതിക്രമോ ഹ്യസ്യ സമാജസ്യ ധ്രുവം ഭവേത്
യത്ര അധർമ്മ സമുത്തിഷ്ഠേത് നസ്തേയം തത്ര കർഹിചിത്. അസ്യ സമാജസ്യ ധർമ്മവ്യതിക്രമഃ ഭവേത് ധ്രുവം. ഈ സമാജത്തിന്, ഈ സമാജം ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ സഭയ്ക്ക്, ഈ സദസ്സിന്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ധർമ്മവ്യതിക്രമഃ ഭവേത് ധ്രുവം. ധർമ്മം അതിക്രമിച്ചു എന്നുള്ള ദോഷം, അതാണ് വ്യതിക്രമം. ധർമ്മവിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ള പാപം എല്ലാവരെയും ബാധിക്കും. ധ്രുവം, ഉറപ്പാണ്, നിശ്ചയമാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. എത്ര അധർമ്മ സമുത്തിഷ്ഠേത് തത്ര കർഹിചിത് ന സ്ഥേയം. എത്ര ഏതൊരിടത്താണോ അധർമ്മ സമുത്തിഷ്ഠേത്, അധർമ്മം ഉത്ഭവിക്കുന്നത്, അധർമ്മം പ്രകടമാകുന്നത്, അധർമ്മം കാണുന്നത്, തത്ര കർഹിചിത് ന സ്ഥേയം, അവിടെ ഒരിക്കലും നിൽക്കാൻ പാടുള്ളതല്ല. ആ അധർമ്മം കണ്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ ശക്തിയില്ലാത്തവർ, അതിനെ തടയാൻ കഴിവില്ലാത്തവർ അവിടെ നിന്നുകൂടാ. കഴിവുള്ളവരാണെങ്കിൽ അത് തടയാൻ ശ്രമിക്കാവുന്നതാണ്. നമ്മുടെ സതീദേവി സദസ്സിൽ വെച്ച് പറയുന്നുണ്ട്, അല്ലേ? ദക്ഷയാഗ സദസ്സിൽ വെച്ച് പറയുന്നുണ്ട്, ഇതുപോലെയുള്ള മഹത് നിന്ദ പോലെയുള്ള അധർമ്മങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നുകിൽ ശക്തനാണെങ്കിൽ, ആരാണോ മഹൽ നിന്ദ ചെയ്യുന്നത് അവന്റെ നാവ് പിഴുതെടുക്കണം. മഹാത്മാക്കളെ നിന്ദിച്ചു പറയുന്നവന്റെ നാവ് പിഴുതെടുക്കണം. അതല്ലെങ്കിൽ ചെവി പൊത്തിക്കൊണ്ട് ഓടണം. അവിടെ നിന്നുകൂടാ. മഹാത്മാക്കളെ നിന്ദിക്കുന്നിടത്ത് ചെവി പൊത്തിക്കൊണ്ട് ഓടണം. അതുമല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ ഉപേക്ഷിക്കണം, അവിടെ പ്രാണത്യാഗം ചെയ്യണം. അവൻ ജീവിച്ചിരിക്കാൻ അർഹതയില്ല. മഹനിന്ദ കേട്ടുകൊണ്ട് അധർമ്മം പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ട് ഒരു സഭയിൽ ഇരുന്നുകൂടാ. തനിക്ക് രക്ഷപ്പെടാനും വഴിയില്ല, എതിർക്കാനും നിവൃത്തിയില്ലെങ്കിൽ എന്ത് വേണം? അവൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലാത്തത് കൊണ്ട്, ജീവച്ഛവമായതുകൊണ്ട് അവൻ പ്രാണനെ വെടിയുന്നതാണ് നല്ലത്. നാളെയുള്ള തലമുറകൾക്കൊരു മാതൃകയാവും. ഇത് എല്ലാ കൊള്ളരുതായ്മകളും നടക്കുന്ന സഭയിൽ മൂകരായി, ബധിരരായി, എല്ലാത്തിനും സാക്ഷികളായിട്ട് കുറെ ആളുകൾ കാലാകാലങ്ങളായി ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഓരോ തലമുറകൾ കഴിയുമ്പോൾ അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടി വരുന്നത്. പ്രതികരണശേഷിയില്ലാത്ത, ധാർമ്മിക കാര്യങ്ങളിൽ പ്രതികരിക്കാൻ ശേഷി ഉണ്ടാവണം. അല്ലാതെ അധർമ്മത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കലല്ല. അങ്ങനെയുള്ളവരിവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അരുതാത്ത കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ബഹളം ഉണ്ടാക്കുന്ന കുറെ വിഡ്ഢികളായിട്ടുള്ള, അഹങ്കാരികളായിട്ടുള്ള, വിവരം കെട്ട തലമുറകളുണ്ട്. അവർക്ക് നല്ല ധൈര്യമാണ്. കാരണം അവർക്ക് സ്വതവേ തന്നെ ഒന്നിനെയും ഭയമില്ല. രാജ്യത്തെ നിയമങ്ങളെ ഭയമില്ല, മുതിർന്നവരെ ഭയമില്ല, അച്ഛനമ്മമാരെ പോലും ഭയമില്ല, ഗുരുക്കന്മാരെ ഒട്ടും ഭയമില്ല. അങ്ങനെയുള്ളവർക്ക് പിന്നെ എന്തു ആവാം. വേണമെങ്കിൽ അവർക്ക് ഭയം ഇല്ലാതിരിക്കാനായിട്ട് പലതും അവർ സേവിച്ചിട്ടും ഉണ്ടാവും. മദ്യമോ മയക്കുമരുന്നുകളോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മുൻപിൻ ചിന്തയില്ല. ആകെ ഒരു ഉന്മാദാവസ്ഥയാണ്. ആ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ബുദ്ധി പ്രവർത്തിക്കില്ല. അതുകൊണ്ട് എന്ത് വിഡ്ഢിത്തരവും എന്ത് പ്രവൃത്തിയും അവർക്ക് കാണിക്കാം, വിളിച്ചു പറയാം. അങ്ങനെയുള്ളവരുണ്ട്. അതല്ല വേണ്ടത്. ധാർമ്മികന്മാരാണ് പ്രതികരിക്കേണ്ടത് എവിടെ അധർമ്മം കാണുമ്പോൾ. അതിനുള്ള നട്ടലുള്ളവരായി വളരണം എല്ലാവരും. അല്ലാതെ ഭീഷ്മദ്രോണാദികളെപ്പോലെ നട്ടെല്ല് വളച്ച് തലകുനിച്ച് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ഇരുന്നത് പോലെ ഇരുന്നാൽ സർവനാശമായിരിക്കും ഫലം. ശരശയ്യയായിരിക്കും അവർക്ക് കിട്ടുന്ന പ്രതിഫലം. യാതൊരു സംശയവുമാണ്. ഇപ്പൊ നമ്മളും ഏത് സഭയിലാണെങ്കിലും നമ്മൾക്ക് ന്യായം എന്ന് തോന്നുന്നത് പറയാം, അന്യായം നടക്കുന്നത് വിളിച്ചു പറയാം, പ്രതികരിക്കാം. വേറെ ആരും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടി വരും. അതിന് യോഗ്യരായിട്ടുള്ള ആളുകൾ പ്രതികരിക്കാനുണ്ടെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്താൽ മതി. നമ്മൾ മുമ്പിൽ നിൽക്കേണ്ട ആവശ്യമില്ല.
പക്ഷെ മുമ്പിൽ നിൽക്കാൻ ആളുകളില്ലെങ്കിൽ നമ്മൾ തന്നെ മുന്നിൽ നിൽക്കാൻ ധൈര്യപ്പെടണം. പിന്നാലെ വരുന്നവർ വരട്ടെ, ആരെങ്കിലുമൊക്കെ വരാതിരിക്കില്ല. സംഘടിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഉണ്ടാവും. അപ്പോ തീർച്ചയായിട്ടും ഈ സദസ്സിൽ എല്ലാവർക്കും അധർമ്മം ബാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത്ര കർഹിച്ചിത് നസ്ഥേയം, ഇവിടെ ഒരിക്കലും നമ്മൾ സ്ഥിതി ചെയ്തുകൂടാ, നിന്നുകൂടാ. വേഗം ഇവിടുന്ന് ഇറങ്ങിപ്പോകണം. നമുക്ക് പോകാമെന്ന മട്ടില്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരൊക്കെ പുറത്തു പോകേണ്ടതാണ്, അവർക്ക് എതിർക്കാൻ ധൈര്യമില്ലെങ്കിൽ എന്ന മട്ടിലാണ് ഈ സ്ത്രീകൾ അവിടെ സംസാരിക്കുന്നത്. ധർമ്മവ്യതിക്രമോ ഹ്യസ്യ സമാജസ്യ ധ്രുവം ഭവേത് യത്ര ധർമ്മഃ സമുത്തിഷ്ഠേത് നസ്തേയം തത്ര കർഹിചിത് ന സഭാം പ്രവിശേത് പ്രാജ്ഞഃ സഭ്യദോഷാൻ അനുസ്മരൻ അബ്രുവൻ വിബ്രുവൻ അജ്ഞോ നരക്കിൽ വിഷമസ്നുതേ. ന സഭാം പ്രവിശേത് പ്രാജ്ഞഃ സഭ്യദോഷാൻ അനുസ്മരൻ അബ്രുവൻ വിബ്രുവൻ അജ്ഞോ നരക്കിൽ വിഷമസ്നുതേ. ഇത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ശ്ലോകമാണ്. സഭ്യദോഷാൻ അനുസ്മരന് പ്രാജ്ഞഃ സഭാം ന പ്രവിശേത്. പ്രാജ്ഞഃ അറിവുള്ളവൻ, വിവേകമുള്ളവൻ, ബുദ്ധിയുള്ളവൻ, അങ്ങനെയുള്ള വിവേകമുള്ളവർ, അറിവുള്ളവർ, സംസ്കാരമുള്ളവർ സഭ്യദോഷാൻ അനുസ്മരന്, ഏതെങ്കിലും സഭയിലേക്ക് നമ്മളെ വിളിച്ചാൽ ആ സഭ ആരൊക്കെയാണ് അവിടെ കൂടുന്നത്, എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടികൾ, ഇതൊക്കെ നല്ലോണം മനസ്സിലാക്കി വിചാരണ ചെയ്ത് അവിടെ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല, വിപരീതങ്ങളായൊന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലായാൽ മാത്രമേ അവിടേക്ക് പോകാവൂ. അതാണ് സഭ്യദോഷാൻ അനുസ്മരന്, സഭയിലുണ്ടാകാവുന്ന ദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവനായിട്ടുള്ള ഒരു വിവേകി. സഭാം ന പ്രവിശേത്, അങ്ങനെയുള്ള സഭകളിലേക്ക് പോകരുത്. പോയാൽ പ്രതികരിക്കണം, പോയാൽ ദോഷങ്ങളെ തടയാൻ ശക്തി ഉണ്ടാവണം. ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അറിവുള്ളവർ ആ കാര്യങ്ങളെ കണ്ട് ഒന്നും പ്രതികരിക്കാതെ മിണ്ടാതെ തലയും താഴ്ത്തിയിരിക്കുകയാണെങ്കിൽ ഇവരുടെ സാന്നിധ്യം, ഇവരുടെ മൂകത, ഇതൊക്കെ ഇവർക്കുള്ള ഒരു അംഗീകാരവുമായി മാറും. ഈ തെറ്റ് ചെയ്യുന്ന, ദോഷം ചെയ്യുന്നവർക്കുള്ള ഒരു അംഗീകാരവുമായി മാറും. പിന്നീട് എവിടെയെങ്കിലും പറയേണ്ടി വന്നാൽ ആ സഭയിൽ ഇന്ന ആളുകൾ കൂടി ഉണ്ടായിരുന്നു, അവരൊക്കെ സാക്ഷികളായിരുന്നു, അവരൊന്നും എതിർപ്പ് പറഞ്ഞിട്ടില്ല, അവരുടെയൊക്കെ അനുവാദമുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കും. അവരുടെ ഓതറൈസേഷൻ, അവരുടെ വാലിഡേഷൻ ഉണ്ടായിരുന്നു. അപ്പോ പ്രത്യേകിച്ച് സമൂഹത്തിൽ ഇത്തിരി സ്ഥാനവും മാനവും, ആളുകൾ ബഹുമാനിക്കുന്ന ആളാണ്, ഇത്തിരി അറിവുള്ള ആളാണ് എന്നൊക്കെ തോന്നുന്നവർ ഇങ്ങനെയുള്ളവിടെ അവരെ ക്ഷണിച്ച് വരുത്തും. എന്നിട്ട് സ്റ്റേജിൽ നടുവിലിരുത്തും. ആ ഇരുത്തിക്കൊണ്ട് ഈ ദോഷങ്ങളൊക്കെ പ്രവർത്തിക്കും. എന്നിട്ട് ഇവരുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് പേപ്പറിലൊക്കെ കൊടുക്കും. അപ്പൊ എന്തായി? ഈ ചെയ്തതൊക്കെ ഇയാളും കൂടി പങ്കാളിയായി, ഇവരുടെ അനുവാദമുണ്ട് എന്ന് വരുത്തി തീർക്കും. അതുകൊണ്ട് എന്താണ്, ഏത് സഭയിൽ എന്ത് കൊള്ളരുതായ്മയാണ് നടക്കാൻ പോകുന്നത് എന്ന് മുന്നേ കൂട്ടി അറിഞ്ഞിട്ടേ ആ സഭകളിലേക്ക് പോകാവൂ. മഹാത്മാക്കളെ അപമാനിക്കുന്നതോ നിന്ദിക്കുന്നതോ അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ദോഷമുണ്ടാക്കുന്നതോ ധർമ്മത്തെ ലംഘിക്കുന്നതോ ധർമ്മത്തെ നശിപ്പിക്കുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അങ്ങനെയുള്ളിടത്ത് പോകാതിരിക്കുന്നതാണ് പ്രാജ്ഞന്മാരുടെ ധർമ്മം. അപ്പൊ നമ്മുടെ ഭീഷ്മരും ദ്രോണരും ഒന്നും ആ ചൂത് കളിക്കുന്ന സഭയിൽ ഇരിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങളിതിൽ പങ്കാളികളല്ല, ഞങ്ങളുടെ അനുവാദം ഈ പരിപാടിക്കില്ല, പാഞ്ചാലിയെ വലിച്ചഴയ്ക്കുന്നതിലും ഞങ്ങൾക്ക് സമ്മതമില്ല, ഞങ്ങളിതാ പോകുന്നു എന്ന് പറഞ്ഞ് അവര് അതിനെ നിരാകരിച്ചുകൊണ്ട് അവിടുന്ന് പോയിരുന്നെങ്കിലോ അവർക്കൊരു വില എന്തെങ്കിലും ഉണ്ടാകും. നട്ടല്ലില്ലെങ്കിലും അവർ അധർമ്മം കണ്ടിരുന്നില്ല എന്നുള്ളൊരു വിലയുണ്ടാവും.
ഇതിപ്പോൾ അവരവിടെ ഇരുന്നുകൊണ്ട് അതിനെ വാലിഡേറ്റ് ചെയ്തു. അവരുടെ സാന്നിധ്യം ഇവർക്ക് ശക്തിയേകി. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പലരും എവിടെയും പ്രതികരിക്കാൻ ഭയപ്പെടുന്നത് നമ്മളെ നാളെ മുദ്രകുത്തും, നമ്മളെ ശത്രുക്കളായിട്ട് കാണും, നമ്മളെ നല്ല പരിപാടികൾക്കൊന്നും വിളിക്കില്ല എന്നൊക്കെ വിചാരിച്ച് അതുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാമെന്ന് പറഞ്ഞ് പലരും മിണ്ടാതിരിക്കും. എവിടെ പോയാലും അതിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടവരെ അറിയിക്കുക. അത് പരസ്യമായിട്ട് അറിയിക്കണമെങ്കിൽ പരസ്യമായിട്ടും അറിയിക്കണം. അതിനുള്ള ധൈര്യം വേണം. പണ്ടത്തെ മഹാത്മാക്കളൊക്കെ അങ്ങനെ കാര്യങ്ങൾ തുറന്നടിച്ചു പറഞ്ഞിരുന്ന എത്രയോ ധീരന്മാരായിട്ടുള്ള മഹാത്മാക്കൾ, ജ്ഞാനികൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. നമുക്ക് പ്രതികരിക്കാൻ ശ്രമിക്കാം. ആളുകൾ ശത്രുക്കളായിക്കോട്ടെ, ആളുകൾ നമ്മളെ തള്ളിപ്പറഞ്ഞോട്ടെ. ഞാൻ എവിടെ പോയാലും എനിക്ക് പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞിട്ടേ വരാറുള്ളൂ. എന്ത് അധർമ്മം തോന്നിയാലും നമുക്ക് കണ്ടാലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് ശരിയല്ല എന്ന് തോന്നിയാൽ, പറയേണ്ടതാണ് എന്ന് തോന്നിയാൽ പിന്നെ മറച്ചു വെക്കുന്ന പരിപാടിയൊന്നുമില്ല. നാളെ അവർ നമ്മളെ വിളിക്കേണ്ട ആവശ്യമേ ഇല്ല. അവരെ കൊണ്ടല്ല നമ്മൾ കഴിയുന്നത് എന്ന് നല്ല ഉറപ്പുണ്ട്. ഈ ലോകത്തിൽ ആരെ കൊണ്ടും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആരെയും പ്രത്യേകിച്ച് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ധർമ്മം പ്രവർത്തിക്കുമ്പോൾ ഈശ്വരൻ പലരുടെയും രൂപത്തിൽ നമ്മൾക്ക് സഹായമായിട്ട് വരും. അല്ലാതെ ഒരു പ്രത്യേക വ്യക്തിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. ആ ഒരു ധൈര്യം ഉള്ളിൽ വേണം. അപ്പോഴേ നമുക്ക് ആരുടെ മുമ്പിലും സത്യം തുറന്നു പറയാൻ ധൈര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ പാലക്കാട് പലർക്കും എന്നെ പേടിയാണ്. അതുകൊണ്ട് അവരുടെ പരിപാടിക്കൊന്നും വിളിക്കാറില്ല. ഞാനും സന്തോഷം എന്ന് വിചാരിക്കും. അത്രയും നമുക്ക് സമാധാനം. പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിണ്ടാതിരിക്കില്ല. അപ്പോൾ ശത്രുതയൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മൾ അവരെ കൊണ്ടല്ല കഴിയുന്നത് എന്ന് ഉറപ്പ് വേണം. എല്ലാവരും അങ്ങനെ ഉണ്ടാവണമെന്ന്, എല്ലാവരുടെ ഉള്ളിലും ആ ധൈര്യം ഉണ്ടാവണമെന്ന് പറയുകയാണ്. നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോഴും അവർക്കും ഇത് കണ്ട് വളരാൻ സാധിക്കണം. പ്രതികരണശേഷി ഉള്ളവരായിരിക്കണം. നമ്മുടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തോന്നിയവാസം, അഴിമതികൾ, കൊള്ളരുതായ്മകളൊക്കെ കാണിക്കുമ്പോൾ വിളിച്ചു പറയാൻ സാധിക്കണം. അപ്പോ ന സഭാം പ്രവിശേത് പ്രാജ്ഞഃ സഭ്യദോഷാൻ അനുസ്മരൻ അബ്രുവൻ വിബ്രുവൻ അജ്ഞോ നരക്കിൽ വിഷമസ്നുതേ. സഭ്യദോഷാൻ അനുസ്മരൻ പ്രാജ്ഞഃ സഭാം ന പ്രവിശേത്. സഭയിലേക്ക് പ്രവേശിക്കരുത്. അബ്രുവൻ, അബ്രുവൻ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കുന്നവൻ. വിബ്രുവൻ, വിപരീതമായിട്ട് പറയുന്നവൻ. അവർ രണ്ടു കൂട്ടരും. അതുപോലെ അജ്ഞഃ, അറിവില്ലാത്തവനും, എനിക്ക് അറിവില്ല എന്ന് പറയുന്നവനുമായിട്ടുള്ള നരഹ കിൽബിഷം അസ്നുതേ, പാപത്തെ ഭുജിക്കേണ്ടി വരും. അപ്പോ ചിലപ്പോ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ അഭിനയിക്കും. അയ്യോ എനിക്കൊന്നും അറിയില്ല. അതാണ് ഭീഷ്മർ ചെയ്തത്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ധർമ്മരഹസ്യം അത് വളരെ ഗൂഢമാണ്, എനിക്കറിയില്ല അപ്പൊ വ്യാഖ്യാനിക്കാൻ എന്ന് പറഞ്ഞ ആളാണ് സരസയിൽ കിടന്നുകൊണ്ട് 30,000 ശ്ലോകങ്ങളെ കൊണ്ട് ധർമ്മം വ്യാഖ്യാനിച്ചത്. ഇത്രയും അറിവുള്ള ഒരാൾക്ക് എവിടെ ഏത് ധർമ്മമാണ് ചെയ്യേണ്ടത്, പ്രയോഗിക്കേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ, അതറിയില്ല എന്ന് അഭിനയിച്ചതാണ്, പറഞ്ഞതാണ്. എല്ലാ ധർമ്മവും വെള്ളം പോലെ അറിയാം അദ്ദേഹത്തിന്. അദ്ദേഹം അത്രയും പഠിച്ചിട്ടുണ്ട്. 4 യൂണിവേഴ്സിറ്റികളിലാണ് ഭീഷ്മർ പഠിച്ചിട്ടുള്ളത്, അല്ലേ? ഏതൊക്കെയാണ്? സാക്ഷാൽ ബൃഹസ്പതി, ശുക്രാചാര്യര്, വസിഷ്ഠൻ, പരശുരാമൻ.
4 മഹാഗുരുക്കന്മാർ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഗുരുക്കന്മാരിൽ നിന്നാണ് ഗംഗാദേവി ഈ ദേവവ്രതനെ വിദ്യ അഭ്യസിപ്പിച്ചത്. 32 വർഷം. 32 വർഷം കഴിഞ്ഞിട്ടാണ് ഗംഗാദേവി തിരിച്ച് ഭീഷ്മരെ ശന്തനുവിന് കൊണ്ട് കൊടുത്തത്. ഈ 32 വർഷം കൊണ്ട് എല്ലാ വിദ്യകളും എല്ലാ ധർമ്മങ്ങളും പഠിച്ചിരുന്നു. എല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതാണ് സരസയിൽ കിടന്നുകൊണ്ട് ഭഗവാൻ തന്നെ അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിപ്പിച്ചത്. അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ടല്ല ഈ അബദ്ധങ്ങളൊക്കെ പറ്റിയത്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അറിഞ്ഞിരുന്നിട്ടും അദ്ദേഹം അധർമ്മത്തിന് കൂട്ടുനിന്നത് കൊണ്ടാണ് ഈ ലോകത്തിന് നാശം സംഭവിച്ചത്, ഇത്രയും ജനങ്ങൾ കൊല്ലപ്പെട്ടത്. ഈ കിടക്കുന്ന ആള് തന്നെയാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്ന് ലോകത്തിന് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. ഈ രംഗം അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് കംസനെ ഭീഷ്മരെ മാത്രം ആരാധിച്ചുകൊണ്ട് കാണേണ്ട ഒരു രംഗമല്ല അത്. പറഞ്ഞു വന്നത്, അപ്പോ ധർമ്മവിരുദ്ധമായിട്ട് പറയുക, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുക, ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ നരഹ കിൽബിഷം അസ്നുതേ, അവൻ അധർമ്മത്തിന്റെ പാപം ഭുജിക്കേണ്ടി വരും. അവന് വേറൊരു വഴിയുമില്ല. അറിവുള്ളവർ സഭയിൽ പോകാതിരിക്കുക. ദുഷിച്ച സഭയാണ്, ദുഷ്ടന്മാരുടെ സഭയാണ്, തങ്ങളുടെ വാക്കിന് അവിടെ ഒരു വിലയും ഉണ്ടാവില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ അങ്ങനെയുള്ള സഭയിലേക്ക് പോകാതിരിക്കുക. അഥവാ പോയാൽ ഇങ്ങനെയുള്ള രംഗങ്ങൾ കാണുമ്പോൾ പ്രതികരിച്ചിട്ടേ വരാവൂ. വൽഗത ശത്രുമഭിദഃ കൃഷ്ണസ്യ വദനാംബുജം വീക്ഷ്യതാം ശ്രമവാര്യുക്തം പത്മകോശമിവാംബുഭിഃ. വൽഗത ശത്രുമഭിദഃ കൃഷ്ണസ്യ വദനാംബുജം വീക്ഷ്യതാം ശ്രമവാര്യുക്തം പത്മകോശമിവാംബുഭിഃ. ശത്രും അഭിദഃ വൽഗതഃ കൃഷ്ണസ്യ അംബുഭിഃ പത്മകോശമിവ ശ്രമവാര്യുക്തം വദനാംബുജം വീക്ഷ്യതാം. ഗോപികമാർ മധുരാപുരത്തിലെ സ്ത്രീകൾ പറയാണ്, ആ കൃഷ്ണന്റെ മുഖകമലം നോക്കൂ, വദനാംബുജം വീക്ഷ്യതാം. എന്താണ് ആ മുഖത്ത് അറിയാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിന് ക്ഷീണമുണ്ട്, ശ്രമമുണ്ട് എന്നുള്ളത്. അല്ലാതെ ശ്രമമില്ലാതെ നിസ്സാരമായിട്ട് ഈ ശക്തന്മാരായിട്ടുള്ള മല്ലന്മാരോട് യുദ്ധം ചെയ്യുകയല്ല. അങ്ങനെയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാമായിരുന്നു. ഇപ്പൊ അതല്ല. കൃഷ്ണന്റെയും രാമന്റെയും മുഖം നോക്കിയാൽ നല്ലോണം വേർത്ത് കുളിച്ചിട്ടുണ്ട് അവർക്ക് അധ്വാനമുണ്ട് എന്ന് കാണാം. അതാണ് ഇവിടെ പറയുന്നത്. ശത്രും അഭിദഃ വൽഗതഃ കൃഷ്ണസ്യ. ശത്രുവിന്റെ അഭിദഃ ചുറ്റുപാടും നാലുപാടും, വൽഗതഃ വൽകുക എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക, അപ്പൊ പല രീതിയിൽ മൂവ് ചെയ്യുക. അങ്ങനെ ശത്രുവിന്റെ ചുറ്റും കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണസ്യ അംബുഭിഹി പത്മകോശം ഇവ. വെള്ളം കൊണ്ട് താമര പൂവ് എന്ന പോലെ, താമരയില് വെള്ളം മുത്തുകൾ പോലെ ഇരിക്കുന്നത് പോലെ ശ്രമവാരി ഉത്തം. ശ്രമവാരി വിയർപ്പ്, വിയർപ്പ് കൊണ്ട് ഉക്തമായിരിക്കുന്നു, ലിപ്തമായിരിക്കുന്നു, വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള വദനാംബുജം വീക്ഷ്യതാം. ആ വദന കമലത്തെ നോക്കൂ, ആ മുഖകമലം നോക്കൂ. താമരയിൽ വെള്ളത്തുള്ളികൾ ഇരിക്കും പോലെ അദ്ദേഹത്തിന്റെ മുഖത്ത് വേർപ്പ് തുള്ളികൾ കാണുന്നില്ലേ? ആ വേർപ്പ് തുള്ളികൾ എന്തിന്റെ ലക്ഷണമാണ്? അധ്വാനത്തിന്റെ ലക്ഷണമാണ്, ശ്രമത്തിന്റെ ലക്ഷണമാണ്. കഷ്ടപ്പാടുണ്ട്, അദ്ദേഹത്തിന് പീഡയുണ്ട്. അല്ലാതെ എഫേർട്ട്ലെസ് ആയിട്ടല്ല അദ്ദേഹം ഇവിടെ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അന്യായം തന്നെയാണെന്ന് ഉറപ്പിക്കുക. ആരെങ്കിലും ഇടയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടാവും, ഭഗവാനാണ്, ഭഗവാന് ഇതൊന്നും പ്രയാസമില്ല, ഇപ്പൊ നോക്കിക്കോ, കൊന്നുകളയും, ചാണൂരനെയും മുഷ്ടികനെയൊക്കെ ഇപ്പൊ ശരിയാക്കും എന്ന് ചിലര് ആശ്വസിപ്പിച്ച് പറയുമ്പോൾ ആശ്വാസമാവാതെ പറയുന്ന വാക്കുകളാണ്. അങ്ങനെയല്ല. ശ്രമമുണ്ട് ഭഗവാൻ. ആ ശ്രമവാരി നോക്കൂ, മുഖത്ത് നോക്കിയാൽ കണ്ടൂടെ ആ വിയർപ്പ് എന്ന് എടുത്തു പറയണം. വൽഗത ശത്രുമഭിദഃ കൃഷ്ണസ്യ വദനാംബുജം വീക്ഷ്യതാം ശ്രമവാര്യുക്തം പത്മകോശമിവാംബുഭിഃ. കിം ന പശ്യത രാമസ്യ മുഖം ആതാമ്രലോചനം മുഷ്ടികം പ്രതി സാമർഷം ഹാസസംരംഭശോഭിതം.
കിം ന പശ്യത രാമസ്യ മുഖം ആതാമ്രലോചനം മുഷ്ടികം പ്രതി സാമർഷം ഹാസസംരംഭശോഭിതം. കിം ന പശ്യത, കാണുന്നില്ലേ? ന പശ്യത കിം, എന്തേ നിങ്ങൾ കാണാത്തെ എന്നർത്ഥത്തിൽ ചോദിക്കുകയാണ്. എന്താ കാണേണ്ടത്? രാമസ്യ മുഖം, ആ രാമന്റെ മുഖം ഒന്ന് നോക്കൂ. ആ താമ്രലോചനം, നല്ലോണം ചുവന്ന കണ്ണുകൾ. ആ സമന്താത് താമ്രം, നല്ലതുപോലെ ചെമ്പിച്ചത് ചുവന്നത് എന്നൊക്കെ അർത്ഥം. എന്ത്? ലോചനം, കണ്ണുകൾ. അപ്പൊ കണ്ണ് ചുമന്നിരിക്കുന്നു നോക്ക്. ആ രാമന്റെ കണ്ണ് എപ്പോഴും ചുമന്നതാണ്. എങ്കിലും ഇവിടെ ആ യുദ്ധത്തിലുള്ള ശ്രമം കൊണ്ട്, ദേഷ്യം കൊണ്ട്, എതിരാളിയോടുള്ളതായിട്ടുള്ള ആ ഒരു മത്സരഭാവം കൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന്റെ കണ്ണ് ചുമന്നിരിക്കുന്നത്. അപ്പോൾ നല്ല പണിയുണ്ട്, നല്ല ആയാസമുണ്ട്. മുഖം നോക്ക്, കണ്ടില്ലേ? ആതാമ്രലോചനം മുഖം രാമസ്യ പശ്യത, നിങ്ങൾ കാണൂ, കാണാതിരിക്കരുത്. മുഷ്ടികം പ്രതി സാമർഷം ഹാസസംരംഭശോഭിതം. ആ മുഷ്ടികന്റെ നേരെ, രാമന്റെ എതിരാളിയായിട്ട് മുഷ്ടികനാണ് മല്ലയുദ്ധം ചെയ്യുന്നത്. ആ മുഷ്ടികം പ്രതി, മുഷ്ടികനെ കുറിച്ച് സാമർഷം, ആ ചോപ്പ്, കണ്ണിന്റെ ചോപ്പൊക്കെ എന്തിന്റെയാണ്? അമർഷത്തിൻ്റെതാണ്, അടക്കാൻ പറ്റാത്ത കോപത്തിൻ്റെതാണ്. സാമർഷം, അമർഷത്തോടു കൂടിയതും. ഹാസസംരംഭശോഭിതം, ഹാസത്തിന്റെ സംരംഭം, ആവേഗം, ആ ക്രോധാധിക്യം എന്നൊക്കെ പറയാം, അതുകൊണ്ട് ശോഭിച്ചിരിക്കുന്നതുമായിട്ടുള്ള ആ ചുവന്നിരിക്കുന്ന കണ്ണുകളോട് കൂടിയതായിട്ടുള്ള രാമന്റെ മുഖം നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ രാമനും കോപമുണ്ട്, രാമനും ഈ മുഷ്ടികനോട് യുദ്ധം ചെയ്യുമ്പോൾ ആയാസമുണ്ട്. അതുകൊണ്ട് അവരെ ഈസി ആയിട്ടല്ല ഈ ശത്രുക്കളെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞതിന് അർത്ഥമുണ്ട്. എന്താ? തുല്യന്മാർ തമ്മിലുള്ള യുദ്ധമല്ല, ബാലന്മാരും വലിയ പർവ്വതാകാരന്മാരായ മല്ലന്മാരും തമ്മിലുള്ള യുദ്ധം അധർമ്മമാണ്, അന്യായമാണ്. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷണങ്ങളൊക്കെ അവർ വിളിച്ചു പറഞ്ഞത്. കിം ന പശ്യത രാമസ്യ മുഖമാതാമ്രലോചനം മുഷ്ടികം പ്രതി സാമർഷം ഹാസസംരംഭശോഭിതം. പുണ്യാപദ വ്രജഭുവോ യദയം നൃലിംഗകൂഢ പുരാണപുരുഷോ വനചിത്രമാല്യഃ ഗാഃ പാലയൻ സഹ ബലക്വണയംശ്ച വേണും വിക്രീഡയാഞ്ചതിഗിരിത്രരമാർച്ചിതാംഗ്രിഃ. പുണ്യാപദ വ്രജഭുവോ യദയം നൃലിംഗകൂഢ പുരാണപുരുഷോ വനചിത്രമാല്യഃ ഗാഃ പാലയൻ സഹ ബലക്വണയംശ്ച വേണും വിക്രീഡയാഞ്ചതിഗിരിത്രരമാർച്ചിതാംഗ്രിഃ. ഒരു താരതമ്യം നടക്കുകയാണ് ഇവിടെ. എന്ത് താരതമ്യം? നമ്മളൊക്കെ മഹാപാപികളാണ്. ആരാ? ഈ മധുരാപുരവാസികൾ. നമ്മൾ പാപികളാണ്, അധർമ്മികളാണ്, അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നവരാണ്. നമ്മൾ ഈ ഭഗവാനെ ഇവിടെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ ആ ഗോകുലവാസികൾ, വ്രജഭുവ, ആ വ്രജത്തിൽ ഭവിച്ച വ്രജവാസികളുടെ കാര്യം നോക്കൂ. പുണ്യാപദ, അവരെത്ര ഭാഗ്യവാന്മാരും പുണ്യശാലികളുമാണ്, എത്ര സംസ്കാര സമ്പന്നരാണ്. അവർ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ഭഗവാൻ അവരുടെ ഇടയിൽ 10-11 വർഷം ഓരോ ലീലകൾ ചെയ്തത്. അപ്പൊ വൃന്ദാവനവാസികൾ ഭഗവാനെ വന്ദിക്കുമ്പോൾ മധുരാവാസികളായ നമ്മൾ ഭഗവാനെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾക്ക് ഈ കൃഷ്ണനോട് യാതൊരു ബഹുമാനവും സ്നേഹവുമില്ല, അതുകൊണ്ട് തന്നെ യാതൊരു അർഹതയുമില്ല. നമ്മൾ കൃഷ്ണനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, അഭിനയമാണ്, അല്ലേ? യഥാർത്ഥ ഭക്തിയുള്ളവർ ഭഗവാനെ ഒരിക്കലും നിന്ദിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യില്ല. ഈ ഒരു താരതമ്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ പുണ്യാപദ വ്രജഭുവോ, വ്രജഭുവ പുണ്യാപദ, ആ വ്രജവാസികൾ പുണ്യകളാകുന്നു. വ്രജഭൂമികൾ തന്നെ പുണ്യകളാകുന്നു എന്നും കൂടി അർത്ഥം. വ്രജഭുവ, വ്രജഭൂമികൾ, ആ വ്രജത്തിലുള്ള ഭൂമികൾ മുഴുവൻ എന്ന് പറഞ്ഞാലോ അവിടെയുള്ള സകല ചരാചരങ്ങളും പുണ്യം ചെയ്തവരാണ്. അഹോഭാഗ്യം അഹോഭാഗ്യം എന്ന് ബ്രഹ്മദേവൻ പോലും
ഏതൊരു വ്രജവാസികളെ കുറിച്ച് പറഞ്ഞു പോകും. പുണ്യാപദ യത് എന്തെന്നാൽ നൃലിംഗകൂഢ വനചിത്രമല്യ സബല വേണും ക്വണയൻ ഗാഹാപാലയൻ ഗിരിത്രരമാർച്ചിതാംഗ്രിഹി അയം പുരാണപുരുഷ വിക്രീഡയാ അഞ്ജതി. ഇപ്പോ ഈ കൃഷ്ണനെ കുറിച്ച് അറിവുള്ള ചിലര് സൂചിപ്പിക്കണം, അയം പുരാണപുരുഷ, ഇവൻ ആരാ? പുരാണപുരുഷനാണ്, സാക്ഷാൽ നാരായണൻ തന്നെയാണ് എന്നർത്ഥം. ആ പുരാണപുരുഷനായിട്ടുള്ള അദ്ദേഹം വിക്രീഡയാ അഞ്ചതി, വിക്രീഡയോടുകൂടി ലീലയോടുകൂടി സഞ്ചരിക്കുന്നു എന്നർത്ഥം. എവിടെ? ആ വൃന്ദാവനത്തിൽ മുഴുവൻ എല്ലാവരുടെയും അദ്ദേഹം പദം കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, എല്ലാവർക്കും പാദസ്പർശവും ദർശനവും കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നു. അപ്പോ എങ്ങനെയുള്ള രൂപത്തില് നൃലിംഗകൂഢ, നൃലിംഗം എന്ന് പറഞ്ഞാൽ മനുഷ്യ ലക്ഷണങ്ങൾ കൊണ്ട് സ്വയം ഗൂഢനായിട്ട് താൻ ആരെന്നുള്ള, താൻ പുരാണ പുരുഷനാണ് എന്ന് വ്യക്തമാക്കാതെ മനുഷ്യ ശരീരം കൊണ്ട് സ്വന്തം ആ ഈശ്വരഭാവത്തെ മറച്ചുകൊണ്ട് നൃലിംഗത്താൽ നൃലക്ഷണങ്ങളാൽ മനുഷ്യരൂപം കൊണ്ട് സ്വയം ഗൂഢനായി പ്രച്ഛന്ന വേഷം ധരിച്ചുകൊണ്ട് വനചിത്രമല്യ, വനത്തിലെ ആ വൃന്ദാവനത്തിലെ മരങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും ഒക്കെ ഉള്ളതായിട്ടുള്ള ഇലകളും പൂക്കളും കൊണ്ട് ചിത്രങ്ങളായ മാല്യങ്ങൾ ധരിച്ചുകൊണ്ട്, വിവിധ വർണ്ണങ്ങളോടുകൂടിയ വനമാലകളും മറ്റുമൊക്കെ ധരിച്ചുകൊണ്ട് ഈ മനുഷ്യവേഷം കൊണ്ട് സ്വന്തം മാഹാത്മ്യത്തെ മറച്ചുകൊണ്ട് സ്വബലഹ, ബലരാമനോടുകൂടി വേണും കൊണയന്, വേണുവിനെ ശബ്ദിച്ചുകൊണ്ട് വേണു വായിച്ചുകൊണ്ട് പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ട് ഗിരിത്രരമാർച്ചിതാംഗ്രിഹി, ഗിരിത്രൻ മഹാദേവൻ, രമ ലക്ഷ്മീദേവി. അപ്പൊ ലക്ഷ്മീദേവിയാലും മഹാദേവനാലും എല്ലാം പൂജിക്കപ്പെടുന്ന അർച്ചിതമായ അംഗ്രിയോടുകൂടിയവൻ, മഹാദേവനാലും ലക്ഷ്മീദേവിയാലും പൂജിക്കപ്പെടുന്ന പാദത്തോടുകൂടിയതായിട്ടുള്ള നാരായണൻ പുരാണപുരുഷ, അയം പുരാണപുരുഷ, ഇവൻ ആ പുരാണപുരുഷനാണ്, നാരായണനാണ്. വിക്രീഡയാ അഞ്ജതി, അവൻ ക്രീഡിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ് വൃന്ദാവന ഭൂവിൽ. അവരെല്ലാവരും ഭാഗ്യവാന്മാരാണ്. ആ വ്രജഭൂമി തന്നെ പ്രശസ്തം, അതിന്റെ പുണ്യം, അതിന്റെ ഭാഗ്യം. അവിടെയുള്ള ഓരോ മൺതരികളും പുൽത്തരികളും, അല്ലെ, എന്താ പറയാ, പുൽക്കൊടികളും ധന്യരാണ്, പുണ്യാത്മാക്കളാണ്. നമ്മൾ പാപികളായതുകൊണ്ടാണ് ഈ രംഗത്തിന് സാക്ഷിയായിട്ടൊന്നും മിണ്ടാതെ അവിടെ ഇരിക്കുന്നത്. പുണ്യാപദ വ്രജഭുവോ യദയം നൃലിംഗകൂഢ പുരാണപുരുഷോ വനചിത്രമാല്യ ഗാഃപാലയൻ സഹബല കൊണയംശ്ച വേണും വിക്രീഡയാഞ്ചതി ഗിരിത്രരമാർച്ചിതാംഗ്രിഹി. ഗിരിത്രരമാർച്ചിതാംഗ്രി എന്ന് പറയുന്നതിലൂടെ ബ്രഹ്മാവിനാലും ഇന്ദ്രനാലും മറ്റ് ദേവന്മാരാലും എല്ലാവരാലും പൂജിക്കപ്പെടുന്ന പൂജ്യപാദനാണ് ഭഗവാൻ, സാക്ഷാൽ പുരാണ പുരുഷൻ നാരായണൻ. അപ്പോ അദ്ദേഹം അവരോടെല്ലാം കൂടെ കളിച്ചുകൊണ്ട് നടന്നു, വ്രജവാസികളോടുകൂടെ കളിച്ചു നടന്നു. അവർ പുണ്യാത്മാക്കളാണ്. ആ പശുക്കളും എല്ലാവരും പുണ്യാത്മാക്കളാണ് എന്ന് പറഞ്ഞ് വ്രജത്തിന്റെ മാഹാത്മ്യത്തെ പറഞ്ഞുകൊണ്ട് ഇവരുടെ ആ ഒരു ദൗർഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഗോപ്യസ്തഭക്തിമചരൻ യദമുഷ്യരൂപം ലാവണ്യസാരം അസമോർധ്വം അനന്യസിദ്ധം ദൃഗ്ഭിഃ പിപന്ത്യനുസവാഭിനവം ദുരാപം ഏകാന്തധാമ യശസഃ ശ്രിയ ഐശ്വരസ്യ. ഗോപ്യസ്തപക്കിമചരൻ യദമുഷ്യരൂപം ലാവണ്യസാരമസമോർധ്വമനന്യസിദ്ധം ദൃഗ്ഭിഃ പിബന്ത്യനുസവാഭിനവം ദുരാപം ഏകാന്തധാമ യശസഃ ശ്രിയ ഐശ്വരസ്യ. ഗോപ്യഃ കിം തപഃ അചരൻ, അവിടെയുള്ള ഗോപികമാര് എന്തു തപസ്സാണാവോ ചരിച്ചത്? എന്ന തപം ചെയ്തനൈ, അല്ലേ?
അവരൊക്കെ എന്ത് തപസ്സാണ് ചെയ്തത്? ഗംഭീരമായിട്ടുള്ള ഏതോ കാര്യമായിട്ടുള്ള തപസ് അവർ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തിട്ടുണ്ട്, സംശയമില്ല. ഇത് എന്തെന്നാൽ ലാവണ്യസാരം അസമോർധ്വം അനന്യസിദ്ധം യശസഃ ശ്രിയഃ ഐശ്വരസ്യ ഏകാന്തധാമ ദുരാപം അനുസവാഭിനവം അമുഷ്യരൂപം ദൃഗ്ഭിഃ പിബന്തി. അമുഷ്യരൂപം, ഇവന്റെ രൂപത്തെ, ഇവന്റെ സൗന്ദര്യത്തെ ദൃഗ്ഭിഹി കണ്ണുകളെ കൊണ്ട് പിബന്തി പാനം ചെയ്യുന്നു എന്നും ഈ കൃഷ്ണരൂപത്തെ അവർ കണ്ണുകൾ കൊണ്ട് പാനം ചെയ്യുന്നു. അപ്പൊ എങ്ങനെയുള്ള കൃഷ്ണരൂപം? എന്താണ് അമുഷ്യരൂപം? ആ രൂപത്തെ വർണ്ണിക്കുന്നതാണ്. ലാവണ്യസാരം അസമോർധ്വം അനന്യസിദ്ധം യശസഃ ശ്രിയഃ ഐശ്വരസ്യ ഏകാന്തധാമ ദുരാപം അനുസവാഭിനവം. 6 വിശേഷണങ്ങളെ കൊണ്ടാണ് ഭഗവാന്റെ രൂപത്തെ വർണ്ണിച്ചത്. എന്തൊക്കെയാണ്? ലാവണ്യസാരം, ഭഗവാന്റെ ഈ മൂർത്തി ലാവണ്യത്തിന്റെ സാരമാണ്, ലാവണ്യം പിഴിഞ്ഞെടുത്ത എസൻസ് ആണ്. ലാവണ്യത്തിന്റെ എന്തെങ്കിലും കളയാനുള്ള ചണ്ടികളൊക്കെ കളഞ്ഞ് അതിൽ പിന്നെ എന്താണോ ശേഷിക്കുന്ന ആ സാരമായിട്ടുള്ളതാണ് ഈ മൂർത്തി, ഈ കൃഷ്ണൻ. ഇതിനേക്കാൾ സുന്ദരതരമായിട്ട് വേറൊരു വസ്തു ഈ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയിട്ടുണ്ടാവൂല്ല. സൗന്ദര്യോത്തരതോ വിസുന്ദരതരം ലാവണ്യസാരം അസമോർധ്വം. അ എന്നുള്ള പ്രത്യയം വിപരീതം സൂചിപ്പിക്കാൻ വേണ്ടി, നെഗറ്റീവ് ആക്കാൻ വേണ്ടി, എന്തിനെ? സമോർധ്വം എന്നുള്ളതിന് മുമ്പേ. അപ്പൊ സമം എന്ന് പറഞ്ഞാൽ ഇതിന് തുല്യമായിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാം, അല്ലെ? ഇതുപോലെ വേറെയും താരതമ്യം ചെയ്യാറുണ്ട്. അതില്ലാത്തത് അസമം. ഇതിന് തുല്യമായിട്ട് ലോകത്തിൽ ഒരു വസ്തു ഇല്ല, ഒരു രൂപവും ഇല്ല. ഊർധ്വം എന്ന് പറഞ്ഞാലോ ഇതിനേക്കാൾ ഉപരിയായിട്ട്, ഇതിന്റെ മുകളിലായിട്ട് താരതമ്യം ചെയ്യാൻ ഏതെങ്കിലും ഉണ്ടോ? അതും ഇല്ല. അപ്പൊ രണ്ടിനെയും കൂടി നിഷേധിക്കാൻ, തുല്യമായിട്ടോ അധികമായിട്ടോ ഇത്രയും സൗന്ദര്യമുള്ള ഒരു വസ്തു ലോകത്ത് ഇല്ല. അസമോർധ്വം അനന്യസിദ്ധം. അന്യസിദ്ധം എന്ന് പറഞ്ഞാൽ മറ്റൊരിടത്ത് കാണപ്പെടുന്നത്, മറ്റൊരിടത്ത് സിദ്ധമായിരിക്കുന്നത് എന്നർത്ഥം, ഒരർത്ഥം. ഇതുപോലെ വേറൊന്ന് വേറൊരിടത്തും കാണില്ല. അപ്പൊ അത് അനന്യസിദ്ധം. അന്യദേശത്തില്ലാത്തത്, അന്യവസ്തുവിലില്ലാത്തതാണ് ഭഗവാന്റെ രൂപം. ഇതുമായിട്ട് അവിടെയും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അല്ലെ? പശുവിനും 2 കൊമ്പുണ്ട്, കാളയ്ക്കും 2 കൊമ്പുണ്ട്, പോത്തിനും 2 കൊമ്പുണ്ട്, ആനയ്ക്കും 2 കൊമ്പുണ്ട്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അതുപോലെ പറയാൻ പറ്റില്ല. അനന്യ സിദ്ധം എന്ന് ഒരർത്ഥം. മറ്റൊരുത്ത് അന്യനിൽ നിന്ന് സിദ്ധമാകുന്നത് അന്യസിദ്ധം. അന്യത്ര സിദ്ധം ഇതി അന്യസിദ്ധം, അന്യാത് സിദ്ധം ഇതി അന്യതഃ സിദ്ധം ഇതി അന്യസിദ്ധം. ഇവിടെ ഭഗവാന് ആരിൽ നിന്നെങ്കിലും കിട്ടിയതാണോ? അങ്ങനെയുണ്ടെങ്കിൽ ആ സോഴ്സ് ഇതിനേക്കാൾ സുന്ദരമായിരിക്കും, അല്ലെ? എവിടുന്നാണോ ഭഗവാൻ ഈ സൗന്ദര്യം കിട്ടിയത്, ഭഗവാൻ കാര്യമായി മാറും. അതിന്റെ കാരണമായിട്ട് എവിടുന്നാണോ ആ സൗന്ദര്യം കിട്ടിയത്, ആ സോഴ്സ്. അങ്ങനെയാവാനും ഭഗവാന് മുമ്പ് ഭഗവാന് സൗന്ദര്യം കൊടുക്കാനോ ഭഗവാന് കാരണമായിട്ടോ ഒരു വസ്തുവുമില്ല. അപ്പൊ ഒരു സോഴ്സിൽ നിന്നും കിട്ടിയതല്ല, അച്ഛനമ്മയിൽ നിന്നോ വേറെ പിതാമഹന്മാരിൽ നിന്നോ DNA വഴിക്കോ ഒന്നും കിട്ടിയതല്ല. സ്വതസിദ്ധം എന്നർത്ഥമാണ് ഇവിടെ ഒരു അനന്യസിദ്ധത്തിന് ഏറ്റവും നല്ലൊരർത്ഥം. സ്വതസിദ്ധം, തന്നെത്താൻ തന്നെ, തന്റെ സ്വരൂപം അതാണ്. സച്ചിദാനന്ദമാണ് സ്വരൂപം, അല്ലെ? സത്യം ശിവം സുന്ദരമാണ് ഭഗവാന്റെ സ്വരൂപം. അപ്പൊ അനന്യസിദ്ധം യശസഃ ശ്രിയഃ ഐശ്വരസ്യ ഏകാന്തധാമ. ഭഗവാൻ എന്ന ശബ്ദത്തില് 6 ഭഗങ്ങളുണ്ട്. അതിൽ 3 എണ്ണം എടുത്തു പറഞ്ഞു. അപ്പൊ ബാക്കി 3 കൂടി കൂട്ടാം ഉപലക്ഷണമായിട്ട്. യശസ്, യശസ്സിന്റെയും, ശ്രിയഃ ശ്രീയുടെയും, ഐശ്വരസ്യ ഈശ്വരഭാവം അഥവാ ഐശ്വര്യത്തിന്റെയും
ഏകാന്തധാമ, അവസാനത്തെ ആശ്രയം, നിത്യമായ ആശ്രയം, ഒരേ ഒരു ഗതി. അപ്പോ ഭഗവാന്റെ രൂപത്തെ വർണ്ണിച്ച വിശേഷണങ്ങളാണ് ഇതെല്ലാം. ഏകാന്തധാമ, എല്ലായ്പ്പോഴും ഈ പറഞ്ഞ ഐശ്വര്യം, യശസ്, ശ്രീ മുതലായവർക്ക് എന്നും ആശ്രയമായിരിക്കുന്നതും, ദുരാപം, ആർക്കും എളുപ്പത്തിൽ പ്രാപിക്കാൻ കഴിയാത്തതാണ് ഭഗവാന്റെ രൂപം, കാണാൻ പറ്റാത്തതാണ്, ദുർലഭമാണ്. അനുസവ അഭിനവം, അനുസവം എന്ന് പറഞ്ഞാൽ, അനുസവം എന്ന് പറഞ്ഞാൽ ഓരോ നേരങ്ങളിലും, സന്ധ്യകൾ തോറും എന്നൊക്കെ അർത്ഥമാണ്. 3 നേരവും, എല്ലാ സന്ധ്യകളിലും എന്നൊക്കെ അർത്ഥം. അപ്പൊ എപ്പോഴും എന്നുള്ള അർത്ഥത്തിൽ, ഓൾവേസ്, ഏതു നേരവും. അഭിനവം, അഭിനവം നിത്യനൂതനം എന്നർത്ഥം. ഭഗവാന്റെ രൂപത്തിന് ഒരിക്കലും ഒരു വാട്ടം ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു ക്ഷയം ഉണ്ടാവുകയില്ല, ഒരു പരിണാമം ഉണ്ടാവുകയില്ല. ബാക്കി പ്രകൃതിയിലുള്ള എല്ലാറ്റിനും അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരിണമതേ, അപക്ഷീയതേ, വിനശ്യതി, ഇങ്ങനെയുള്ള വികാരങ്ങളുണ്ട്, മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ഭഗവാന്റെ രൂപത്തിന് ഒരു കാലത്തും മാറ്റമില്ല. ഭഗവാന്റെ രൂപം എപ്പോഴും ഒരുപോലെ, എന്നും ആ കോമളമായ സുന്ദരമായ രൂപം. 125-ാം വയസ്സിൽ ഭഗവാൻ തന്റെ ശരീരം ഉപേക്ഷിച്ച് സ്വധാമത്തിലേക്ക് പോകുമ്പോഴും ആ സൗന്ദര്യധാമത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല, ഒരേ രൂപം തന്നെ. അപ്പോ അനുസവാഭിനവം, എല്ലായ്പ്പോഴും പുതുമയോടുകൂടിയത്. അങ്ങനെയുള്ള അമുഷ്യരൂപം ദൃഗ്ഭിഹി പിപന്തി, ഇവന്റെ രൂപത്തെ കണ്ണുകൊണ്ട് പാനം ചെയ്യുന്നു ആര്? ഗോപ്യ, ഗോപികമാർ. അതുകൊണ്ടാണ് ഇവിടെ ചോദിച്ചത്, ആ ഗോപികമാർ തപഃ കിം അചരൻ, എന്ത് തപസ്സാണ് ചെയ്തിട്ടുണ്ടാവുക? എന്നും ഭഗവാനെ നേരെ കാണാനുള്ളതായിട്ടുള്ള ഭാഗ്യം. രാവിലെ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോഴും വൈകുന്നേരം പശുക്കളെ മേച്ച് വരുമ്പോഴും ഒക്കെ അവർ കൊതിയോടെ നോക്കി കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോ ഇങ്ങനെ ഇവരുടെ എന്താ പറയുക, വിലാപം തുടരുകയാണ്. 2 ശ്ലോകം കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ യുദ്ധത്തെ വീണ്ടും വർണ്ണിക്കുന്നത്. നമുക്ക് വൈകുന്നേരം നോക്കാം. വൈകുന്നേരം 6:30-ക്ക് ശേഷം 6:45-ന് കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. വൈകുന്നേരം കാണാം. എല്ലാവർക്കും ശുഭദിനം. ഹരി ഓം.